ഇപ്പോൾ ഒരാളെ ഡ്രഗ് മാഫിയയുടെ അറസ്റ്റ് ചെയ്ത ആളെന്ന് വെച്ചാൽ പോലീസുകാരനെ തല്ലാൻ പോണ്. ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ആ ഡിസീസ് മാനേജ് ചെയ്ത് പോകാമെന്ന് പറയുമല്ലോ, അങ്ങനെയാണ് കൂടുതൽ ആളുകൾ അതിനെ നോക്കിക്കാണുന്നതെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലൊരു ശതമാനം ഒന്നുകിൽ ഒരു രോഗാണുവിനെ നശിപ്പിക്കാൻ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു അവയവം പ്രവർത്തിക്കാതിരിക്കാൻ. എനിക്ക് ഉറക്കം ശരിയായിട്ട് ഉറക്കമില്ല, എന്നാൽ ജോയിൻസുകളിൽ പല സ്ഥലത്തും പെയിനുണ്ട്. അതൊരു ലേഡി പറയുമ്പോൾ ഞങ്ങളുടെ വിഷൻ വേറെ ആയിരിക്കും, ഒരു പുരുഷൻ പറയുമ്പോൾ വിഷൻ വേറെ ആയിരിക്കും. You don't lose health the day you fall sick. You lose it years before and your body keeps giving you warning. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഡോക്ടർ രഘുനാഥ് നായർ ഫ്രം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ഹെൽത്ത് കെയർ വില്ലേജാണ് സഞ്ജീവനി. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ വാർണിങ്സ് നമ്മുടെ ബോഡി തരുമെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് അറിയില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സൈലൻറ്റ് വാർണിങ്സ് നമ്മുടെ ബോഡി തരുന്നത്? നമ്മുടെ ബോഡി എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെ അറിയിക്കുന്നത് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്താണെന്നും നമ്മുടെ ഡിസ്കംഫർട്ട് എന്താണെന്ന് നമ്മൾ സമയം കണ്ടെത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 79 ഓർഗൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ 79 ഓർഗൻസും പ്രവർത്തിക്കുന്നത് വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ്, പ്രോട്ടീൻസ് തുടങ്ങിയ ദ്രവ്യരൂപത്തിലുള്ളതായ ഐറ്റംസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഡെയിലിയുള്ള ഫുഡിൽ നിന്നും ഏതെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെയോ ഏതെങ്കിലും ഒരു മിനറൽസിൻ്റെയോ ഷോർട്ടേജ് ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം മോശമാക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഒരു ഉദാഹരണത്തിന് ആൾക്കാർ പറയാറുണ്ട് തലവേദന ഉണ്ടാവണം. തലവേദന അനേകം സിംറ്റത്തിൻ്റെ കാരണമാണ്. പക്ഷേ എന്ത് കാര്യത്തിനും ഒരു വേദന നമ്മുടെ ബോഡി നമ്മളോട് പറയും. ആ വേദനയ്ക്ക് നമ്മൾ ശരിയായ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിനൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വേദന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വല്ലപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും, അത് പിന്നീട് അതൊരു ഡിസീസായി മാറും. ഡിസീസ് ആകുമ്പോഴാണ് നമ്മൾ ആശുപത്രി പോണത്. പക്ഷേ നമ്മുടെ ബോഡി നമ്മളെ അറിയിച്ചായിരുന്നു ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ നമ്മൾ പറയണ്ടായിരുന്നു. നമ്മളത് തിരിച്ചറിയണം, എന്തുകൊണ്ടാണ് വേദന ഉണ്ടായി എന്നുള്ളത്. നമ്മുടെ ആഹാരത്തിൽ വന്ന മാറ്റങ്ങളാണോ, അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുക അല്ല വേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ച് ഉണ്ടാക്കിയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള പ്രത്യേകത. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇപ്പം എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഇപ്പോൾ കാറിന് വേണ്ടി ചിലവാക്കുക, അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കാൻ ആൾക്കാർ റെഡിയാണ്. പക്ഷേ ഹെൽത്തിൻ്റെ ഒരു കേസ് വരുമ്പം ഓൺലി വൺസ് യുവർ ബോഡി ഷട്ട് ഡൗൺ, അപ്പോഴാണ് ആൾക്കാർ ലക്ഷങ്ങൾ ചിലവാക്കാൻ. അങ്ങനത്തെ ഒരു ജനതയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടേതായ കസ്റ്റമേഴ്സായിട്ട് വരുന്ന എല്ലാവരോടും ഞങ്ങളും ചെയ്യുന്നതായൊരു പരിപാടിയാണത്. നമ്മൾ പലതരത്തിലുള്ള സേവിങ്സ് മനുഷ്യൻ്റെ ലൈഫിലുണ്ട്. ആ സേവിങ്സിൽ നമ്മൾ എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് 2 വർഷത്തിലൊരിക്കലും ഒരു 15 ദിവസം കംഫർട്ടബിളായിട്ട് നമുക്ക് കിട്ടും. ഈ 15 ദിവസം നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2 കൊല്ലത്തിലൊരിക്കൽ മാറ്റിവെക്കണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ളതായ ഡിസീസിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുമ്പോൾ പലതിനും ചികിത്സയില്ല എന്നാണ് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ ചികിത്സയുണ്ട്. കാരണം അവിടുത്തേതായ സിസ്റ്റം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്കാണ് ഇപ്പോൾ അവിടെ വന്ന് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ ആ സൗകര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു അംബ്രല്ലയുടെ കീഴിൽ എവിടെയുണ്ടെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നതിൽ അപ്പോൾ എത്രമാത്രം സത്യമുണ്ട്? അതിൽ സത്യവും അസത്യവും ഇല്ല. അതായത് സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകത്തിലെ സൊല്യൂഷൻ ഇല്ല എന്നർത്ഥമില്ല. എനിക്ക് അറിയില്ലാത്തതായ ഒരു സംഗതി മറ്റുള്ളവന് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അറിവിൽ പെട്ടോടത്തോളം അതിന് ചികിത്സയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ പലതരം ആശുപത്രികൾ തന്നെ. ഒരു ആശുപത്രിയിൽ ചികിത്സിച്ച് ഭേദമാകത്ത് വേറെ ആശുപത്രി ചെല്ലുമ്പോൾ ചികിത്സിച്ച് ഭേദമാവുന്നില്ലേ? ഇന്ന് രണ്ടുപേരും പഠിച്ചത് അനാട്ടമി തന്നെയല്ലേ. നമ്മളിപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിന് വെച്ചാൽ ആയുർവേദമായിക്കോട്ടെ അല്ലെങ്കിൽ സിദ്ധവൈദ്യമായിക്കോട്ടെ 10 ഡോക്ടർമാർ 10 തരത്തിലുള്ള ചികിത്സാ പദ്ധതികൾ പറഞ്ഞാൽ പക്ഷേ അത് ചെയ്യുന്ന രീതി 10 തരത്തിൽ തന്നെയാണത്. അതെന്തുകൊണ്ടാണ് യൂണിഫിക്കേഷൻ ഇല്ലാത്തത്? അതെന്താ കാരണം വെച്ചാൽ അതൊക്കെ ഉദ്ദേശത്തോടു കൂടി ചെയ്യാണ്, അങ്ങോട്ട് കണക്ക് കൂട്ടി ചെയ്യാണ്.
മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ അതുമല്ല എന്നുകൊണ്ട് ഈ കണക്ക് കൂട്ടിയോ ചികിത്സിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രവർത്തിക്കുന്നത് ഒരു ശാസ്ത്രീയ രീതിയിലാണ്. അപ്പോൾ അതിന് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ അനന്തരഫലമായിട്ടുള്ളതായ റിസൾട്ടിനെ ബേസ് ചെയ്ത് വേണം ആരോഗ്യത്തിന് ചികിത്സിക്കാനായിട്ട്. അതെ, ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നോക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ആണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ശരിക്കും അയാൾ ഒരു ഹെൽത്ത് ക്രൈസിസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടതായ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 35-40 വയസ്സിൽ താഴെയുള്ളതായ 15 വയസ്സിന് മുകളിലുള്ളതായ യുവാക്കളിൽ നല്ലൊരു ശതമാനം ആരോഗ്യവാന്മാരല്ല. അതുകൊണ്ട് അവർക്ക് സുഖമില്ല. അവർ സുഖത്തെ തേടിപ്പോകുന്നത് മറ്റുള്ളതായ മരുന്നുകളെ ഉപേക്ഷിച്ചാണ്. ഡ്രഗ് ഉപയോഗിക്കുന്നു, ചിലർ കഞ്ചാവ് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കാരണം എന്തറിയാമോ? അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആരോ പറഞ്ഞു ഒരു കഞ്ചാവ് വലിച്ചാൽ സുഖം കിട്ടുമെന്ന് പറഞ്ഞു, വേറെ ആൾ പറഞ്ഞു ഒരു ഡ്രഗ് കത്തിച്ച് വലിച്ചാൽ ചിലപ്പോൾ സുഖം കിട്ടുമെന്ന് പറഞ്ഞു, ചില ആൾക്കാർ സ്മോക്ക് ചെയ്താൽ സുഖം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണോ സുഖം ലഭിക്കുക എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ ആ സുഖം നമുക്ക് ലഭിക്കുമ്പോൾ അത് ശാശ്വതമായ പരിഹാരമല്ല, അത് ആ താൽക്കാലിക സുഖം മാത്രമാണ്. അതുകൊണ്ടാണ് ആളുകൾ നൈറ്റ് ലൈഫിന് പോണത്. നൈറ്റ് ലൈഫിന് പോണതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ബെഡ്റൂമിൽ നമുക്കൊരു സുഖമില്ല. നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് പരിപൂർണമായ സുഖമുണ്ടെന്നുണ്ടെങ്കിൽ ആരും ആഹാരം കഴിഞ്ഞ് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങില്ല. രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാർ ഉറങ്ങേണ്ട സമയമാകുമ്പോഴാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഓൺലി ദെയർ ഇസ് എ പ്ലേസ് ഓൺലി ഫോർ സ്ലീപ്പിംഗ്. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സ്ലീപ്പിങ്ങിന് വേണ്ടി മാത്രമുള്ളതല്ല, ബെഡ്റൂം എന്നുള്ളത് ജീവിതത്തിനുള്ളതാണ്. ബെഡ്റൂമിലാണ് ഒരു യുവാക്കളുടെ ജീവിതം തുടങ്ങുന്നത്, ജീവിതം അവസാനിക്കുന്നതും ബെഡ്റൂമിലാണ്. അപ്പോൾ ആ ബെഡ്റൂമിനെ നമ്മൾ അതിൻ്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് സുഖമുണ്ടാവണം. ഈ സുഖമില്ലാത്തതായ കാരണം കൊണ്ട് നമ്മൾ അസുഖം എന്തെന്ന് തിരിച്ചറിയാനായിട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണതായ റിപ്പോർട്ട് ആധികാരികമല്ല. അതിൻ്റെ ഉദാഹരണം, നമ്മൾ ഇന്നൊരു ആശുപത്രിയിൽ ചെന്ന് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അടുത്ത ആശുപത്രിയിലേക്ക് നമ്മൾ ഇന്ന് അവിടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അപ്പോൾ യൂണിഫിക്കേഷൻ ഇല്ലാത്തത്? കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണതായ റിപ്പോർട്ടിന് ഒരു 50-50 ആണ് അതിൻ്റെ ഓതൻറ്റിസിറ്റി ഉള്ളൂ. എന്നാൽ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യണത് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ കിട്ടാത്തതും എന്നാൽ സ്കാൻ ചെയ്തിട്ട് കിട്ടാത്തതുമായ ആ രീതിയാണ് ഞങ്ങളവിടെ അവലംബിക്കുന്നത്. അത് ഞങ്ങളവിടെ അവലംബിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യം എത്രമാത്രം ശരിയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആരോഗ്യത്തെപ്പറ്റി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് നിങ്ങൾ ലോഡ് കൊടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ലോഡ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിങ്കിങ് വന്നാലും ലോഡ് തന്നെയാണത്. നിങ്ങൾ നല്ലവണ്ണം വർക്ക് ചെയ്താലും അത് ലോഡ് തന്നെയാണ്. നിങ്ങൾ അധ്വാനിച്ചാലും അത് ലോഡ് തന്നെയാണ്. അപ്പോൾ ആ ലോഡ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് ടോട്ടലി സപ്പോർട്ടഡ് ആയിരിക്കണം. നമ്മുടെ മസിൽസാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഏത് തരത്തിലുള്ളതായ രോഗമുണ്ടെങ്കിലും ആദ്യം അത് ബാധിക്കുന്നത് മസിൽസിനെയാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ തന്നെ 90% അത് മസിൽസിനെ സംരക്ഷിക്കാത്തത് മൂലവും വിസറൽ ഫാറ്റിനെ നിയന്ത്രിക്കാത്തത് മൂലവുമാണ് ഉണ്ടാകുന്നത്. വിസറൽ ഫാറ്റ് എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കിട്ടത്തില്ല. ഞങ്ങളുടെ അടുത്ത് വിസൽ ഫാറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, സ്കെൽറ്റൽ മസിൽ മാസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഗേറ്റ് പാറ്റേൺ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് വികസിത രാജ്യങ്ങളിൽ എവിടെയാണോ അതേ മെത്തേഡ് തന്നെ ഞങ്ങൾ ഉപയോഗിച്ചത്. ഞങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങളൊന്നും അവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഇന്ന് ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട വികസിത രാജ്യങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടതായ സംവിധാനങ്ങളുടെ എല്ലാ ശ്രേണികളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു കുടക്കീഴിലാക്കി വെച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം, രണ്ടാമത് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറയില്ല. അതാണ് ഞങ്ങളുടെ ടെസ്റ്റിൻ്റെ വ്യത്യാസം. അതെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഐ യു ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതെ യെസ് എന്ന് പറയുന്ന ഉത്തരം ഭയങ്കര കുറവാണ്. അതായത് എല്ലാവരും പറയും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ആരും ആ ഒരു യെസ് എന്ന് പറയാത്തത് ഈ നേരത്തെ പറഞ്ഞ പോലെ സുഖത്തിൻ്റെ ഒരു ലാക്ക് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും സുഖം എന്നുള്ളത്, ഒരു സുഖമുള്ളതായ വ്യക്തിക്ക് ശരിയായ സമയത്ത് ഒരു 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റണം. അതൊരു സുഖത്തിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളത് നമ്മളിപ്പോൾ കിടക്കുന്നത്, ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഒരാൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയതായ പേഷ്യൻസിൽ നല്ലൊരു ശതമാനം ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും അവർക്ക് യൂറിനേറ്റ് ചെയ്യാൻ എഴുന്നേക്കണം. ആ യൂറിനേറ്റ് ചെയ്യാൻ എഴുന്നേക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? ഉറക്കം പോയി. അപ്പോൾ ആ കംഫർട്ട് ലെവലുള്ളതായ സ്ലീപ്പിനെ സ്ലീപ്ലെസ് ആക്കിയതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ യൂറിനറി ഇൻകോണ്ടിനൻസ്, പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻഡ് അല്ല. പെൽവിക് മസിൽ സ്ട്രെങ്തൻഡ് അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി യൂറിനേറ്റ് ചെയ്യണം തോന്നും. ചിലർ കിടന്ന് തന്നെ യൂറിനേറ്റ് ചെയ്യും. അതിൻ്റെ കാരണം എന്താ? പെൽവിക് ഒട്ടും സ്ട്രോങ് അല്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആദ്യം പെൽവിക്കിനെ സ്ട്രെങ്തൻ ചെയ്യും.
പെൽവിക്കിന് ഞങ്ങൾ ഇപ്പം നമ്മൾ ആ ഉറക്കക്കുറവുള്ളതായ കാര്യത്തിന് വേണ്ടി നമ്മളൊരു ഡോക്ടറെ അടുത്ത് ഒരു ആശുപത്രിയിൽ എവിടെ ചെന്നാലും ആ ഉറക്കത്തിനുള്ള മരുന്ന് തരും, ഉറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ എന്തൊരു രാത്രിയിൽ ബെഡിൽ യൂറിൻ കാണും, നമ്മൾ അറിയാണ്ട് യൂറിനേറ്റ് ചെയ്യും. ഞങ്ങൾ സഞ്ജീവനിയിൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പെൽവിക്കിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഉറങ്ങാൻ പറയും. അപ്പോൾ എന്ത് പറ്റുന്നു, അതിനൊരു മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലൊരു ശതമാനം ഒന്നുകിൽ ഒരു രോഗാണുവിനെ നശിപ്പിക്കാൻ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു അവയവം പ്രവർത്തിക്കാതിരിക്കാൻ. നമ്മൾ പെയിൻ കില്ലറിന് മരുന്ന് കഴിക്കുന്നു, പെയിൻ അവിടെ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. കാരണം അറിയേണ്ടതായ ആ സാധനത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ, അതുകൊണ്ട് യു വിൽ നോട്ട് റിയലൈസ് ഇറ്റ്. അങ്ങനെയാണ് എൻ്റെ വരുന്നത്. അപ്പോൾ സഞ്ജീവനിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ പ്രോപ്പർ രീതിയിലൂടെ അത് മനസ്സിലാക്കി അതിനാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നതിന് ശേഷം ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും ലൈവാണ്, ജീവനുണ്ട് എന്ന് പറയാം, അല്ലാണ്ട് ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ജനറേഷൻ ഇല്ല എന്നൊരു അഭിപ്രായം ഡോക്ടർക്കുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ടതായൊരു കാരണം ഇന്നത്തെ യങ് ജനറേഷനിൽ നല്ലൊരു ശതമാനം സ്ട്രെസ്സും ടെൻഷനും ഒഴിഞ്ഞ് നേരമില്ല അവർക്ക്. ഈ സ്ട്രെസ്സ് വലിയ ഒരു അളവ് വരെ നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കും. ഈ കൂടുതൽ ആൾക്കാരും ഈ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നത് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതായ ആൾക്കാരും അതല്ലെങ്കിൽ സൈക്കാട്രി ഇഷ്യൂ ഉള്ളതായ ആൾക്കാരും ആശുപത്രിയിലേക്ക് വിളിച്ചാൽ വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അത് എന്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് വിളിച്ചാൽ വരാത്തതെന്ന് വെച്ചാൽ അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും. കാരണം അവർ കഴിക്കുന്ന ഡ്രഗ് മൂലം തന്നെ അവർക്ക് ബ്രില്യൻസ് വളരെ മുൻപന്തിയിലായിരിക്കും. അപ്പോൾ ബ്രില്യൻസ് മുൻപന്തിയിലുള്ളതായ ഒരാൾ ഒരു മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റിനെ കുറിച്ചും സൈഡ് എഫക്റ്റിനെ കുറിച്ചും ഇവർ വലിയ ബോധവാനായിരിക്കും. അപ്പോൾ ഇവരുടെ ധാരണ എന്താണ്, ഇവനൊന്നും അറിയാൻ പാടാത്തൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് എൻ്റെ കഴിവുകളെ നശിപ്പിക്കപ്പെടുന്നു എന്ന് അവന് സ്വയം തോന്നാണ്. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരാത്തത്. മറിച്ച് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിലേക്ക് അങ്ങനത്തതായ ആൾക്കാർ വരും, അറിയിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്താ കാരണം, അവർക്ക് അങ്ങനെയുള്ളതായ ഒരു മരുന്നുകളും അവിടെ കൊടുക്കുന്നില്ല. അവിടെ മരുന്നുകൾ കൊടുക്കാതെ അവരുടെ അറിവിനെയും ഞങ്ങൾ കൂട്ടിച്ചേർത്തും കൊണ്ട് അവനെ ബലവാനാക്കുകയാണ്. അപ്പോൾ അവനെ അങ്ങനെ ബലവാനാക്കുമ്പോൾ എന്താണ് ഗുണം, അവന് കൃത്യമായ ചിന്തയുണ്ടാവും. അതല്ലാതെ നമ്മൾ ഒരു സൈക്കാട്രി ഇഷ്യൂ ഉള്ളതായ ഒരാളെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ അവിടെ മരവിപ്പിച്ചിട്ടാണ് കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് പുതിയ തലമുറ അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പം നമ്മൾ ഈ മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ഇന്ന് അവിടെ സെല്ലിലിടാണ്. അവിടെ ആ സെല്ലിലിടുമല്ലോ എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇവൻ പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളെ ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്ന് വെച്ചാൽ വളരെ എളുപ്പമല്ല. അത് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ അവിടെ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അവന് യാതൊരു വ്യക്തിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് യാതൊരു തരത്തിലുള്ളതായ മരുന്നുകൾ നമ്മൾ കൊടുക്കില്ല. അവന് എന്താണോ ആവശ്യം അതൊക്കെ അവിടെ നടപ്പിലാക്കാൻ പറ്റും. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരാണ് ഒരു വലിക്കുന്ന ഒരാളുണ്ടായിരുന്നു. വലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നോട് അയാളുടെ പേരൻറ്റ് പറഞ്ഞു, ഇങ്ങനെ അവിടെ താമസിക്കുമെന്ന് തോന്നുന്നില്ല, എവിടെ കൊണ്ടുവന്ന് ആക്കിയാലും ഇവൻ ഈ സിഗരറ്റ് കിട്ടാണ്ട് വരുമ്പോൾ അവൻ ചാടിക്കളയെന്ന് പറഞ്ഞു. അവൻ ചാടിക്കളയും. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, അവന് ആവശ്യത്തിനുള്ള സിഗരറ്റ് മേടിച്ചു എന്ന് വെച്ചേക്കര്. അപ്പോൾ അവൻ്റെ ആവശ്യത്തിനുള്ളതായി 10-200 സിഗരറ്റ് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ഈ സിഗരറ്റ് കിട്ടാത്തതുകൊണ്ടാണല്ലോ അവൻ ചാടിപ്പോണത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ അവിടെ ഉള്ളതായ ഹൗസ് കീപ്പിങ്ങിൻ്റെ സ്റ്റാഫിൽ ലേഡീസാണ് അവർ. ഏതൊരു പുരുഷനും ഒരു ലേഡീസ് വന്നുകൊണ്ട് എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ ഒരു റിയലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ റൂമിൽ കയറുമ്പോൾ എപ്പോഴും പറഞ്ഞു ഈ സിഗരറ്റിൻ്റെ സ്മെല്ല് കാരണം ക്ലീൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണല്ലോ ചേട്ടാ എന്ന് പറഞ്ഞെന്ന് കണക്കാക്കി. അപ്പോൾ തന്നെ ഒരു 10% അവന് തോന്നി. കാരണം എൻ്റെ വലിക്കുന്ന പുക മറ്റൊരു പെൺകുട്ടിക്ക് ക്ഷീണമാണെന്ന് പറയണു. ദെൻ ട്രീറ്റ്മെൻറ്റും ചെയ്തു. അങ്ങനെ ഈ 200ഓളം സിഗരറ്റ് മേടിച്ച് വെച്ചതായ മുറിയിൽ ഏകദേശം 3 ആഴ്ച ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 50ഓളം സിഗരറ്റ് ബാക്കി വന്നോടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സിഗരറ്റ് വലിക്കാത്തത്? പറഞ്ഞു, ഇല്ല സാറേ, എനിക്കിപ്പോൾ അത് വലിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദ വേ വി ട്രീറ്റ്. അവരെ സ്വന്തമായിട്ട് അതിൽ നിന്നുള്ള അവരുടെ മൈൻഡിൽ തന്നെ നമ്മൾ ഓരോ സ്റ്റിമുലേഷൻ കൊടുത്ത് ആ യഥാർത്ഥത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്താണൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സമയമെടുത്തിട്ടാണെങ്കിലും അവൻ നോർമൽ സ്റ്റേജിലേക്കാവും. മറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് അവൻ അബോധാവസ്ഥയിലാവും. എനിക്ക് വേണ്ടപ്പെട്ടതായ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിന് ഭയങ്കര സംശയരോഗമാണ്. ഈ സംശയരോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റാണ്ടായി. ഒരാളോട് നോക്കാൻ പറ്റില്ല, അങ്ങനെ രോഗമാണ് അവിടെ. അങ്ങനെ നാട്ടുകാർ എല്ലാവരും കൂടെയും പറഞ്ഞ്, മാത്രയുമല്ല മിക്ക ദിവസങ്ങളിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയ്ക്കിട്ട് 2 അടി കൊടുക്കുകയും ചെയ്യും. അവന് വൈഫിനിട്ട് അടിക്കാണ്ട് പറ്റത്തില്ല, കാരണം അവളിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചിട്ടും 2 അടി കൊടുക്കും. അപ്പോൾ അതിൽ സമാധാനം നഷ്ടപ്പെടാണ്. എന്നാൽ വളർന്നു വരുന്നതായ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇതെങ്ങനെ നാട്ടുകാരെ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് ഈ ആളെ ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഈ വ്യക്തി മനുഷ്യനല്ലാണ്ടിരിക്കുകയാണ്. അതായത് വീട്ടിൽ വന്നിരുന്ന കിടന്നുറങ്ങുക തന്നെ, എപ്പോഴും കിടന്നുറങ്ങുക. അപ്പോൾ ഈ കുട്ടി തന്നെ എന്നോട് പറയാണ്, സാറേ ഇതിനേക്കാളും ഭേദം ആ അടിക്കണ ഭർത്താവിനായിരുന്നു എനിക്ക് താല്പര്യം. കാരണം 2 അടി കിട്ടുമെന്നല്ലേ ഉള്ളൂ.
ഇപ്പോൾ ഈ മരുന്നുകൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ അബോധാവസ്ഥയിലായ പോലെ ആയിപ്പോയി. ഓക്കെ. അപ്പോൾ ഒരു ജീവച്ഛവം പോലെ ആയിപ്പോയി. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളുടേതായ പല കാര്യത്തിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജീവനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ആ വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സയില്ല. ആ. അവനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവളിൽ നിന്ന് തന്നെ ഒരു വിഡ്രോവൽ സിംറ്റം അവരിൽ തന്നെ ഉണ്ടാക്കി അത് തന്നെ ക്ലിയറാക്കി എടുക്കുകയാണ്. പിന്നെ ആകെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചികിത്സകൾ ഞങ്ങളുടെ സ്ഥലത്ത് നടത്തുമ്പോൾ ചിലപ്പോൾ അത് 1 മാസം തികച്ച് വേണ്ടി വരും, ചിലപ്പോൾ 2 മാസം വേണ്ടി വരും. അത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒന്ന് ഭേദമാകുമ്പോൾ അപ്പോൾ തന്നെ സ്റ്റാൻഡ് വിടുന്നത് ഒരു ചിന്താഗതി മലയാളിക്ക് കൂടുതലായിട്ടുണ്ട്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യൂല. ആരോഗ്യത്തിൻ്റെ ഇപ്പോൾ ആശുപത്രി പോയാൽ തന്നെ ഭേദമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോകണം, ഡിസ്ചാർജ് ആവണം. കാരണം ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ ആ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പോയി ആരോഗ്യം മൊത്തം പോകണം, അത് പിന്നെ നോക്കാമെന്നുള്ളതാണ് അവിടെ. നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യത്തിനോടും നിയമത്തിനോടും വെല്ലുവിളിക്കരുത്. നിയമത്തിനോട് നമ്മൾ വെല്ലുവിളിച്ചാൽ ജയിലിൽ കൊണ്ടുനടും, ആരോഗ്യത്തിനോട് നമ്മൾ വെല്ലുവിളിച്ചാൽ ആശുപത്രി കൊണ്ടുനടും. ഇത് രണ്ടും നമ്മൾ കാമുകന്മാരായിട്ട് കൊണ്ട് നടന്നാൽ ഒരു കുഴപ്പമില്ല, നിയമത്തിനെയും ആരോഗ്യത്തിനെയും. അത് നമ്മൾ കൃത്യമായിട്ട് പിണങ്ങാത്ത കാമുകന്മാരായിരിക്കണം, അല്ലെങ്കിൽ പിണങ്ങാത്ത കാമുകരായിരിക്കണം. അപ്പോൾ ഒരു കുഴപ്പമില്ല, അപ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഇപ്പം മോൾ ചോദിച്ചതായ ഒരു പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് സുഖമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത് സ്ട്രെസ്സാണ് വിഷയം. നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് സർവീസ് സെക്ടറിൽ ജോലിയുള്ളവർ സ്ട്രെസ്സ് റിലേറ്റഡ് ആണ്. സ്ട്രെസ്സ് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുമ്പോൾ കുറേ നാൾ സ്ട്രെസ്സ് ഹോൾഡ് ചെയ്യുമ്പോൾ അത് ടെൻഷനായിട്ട് മാറും. ടെൻഷൻ കുറേ നാൾ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഡിസീസായി മാറും. ഡിസീസ് ആകുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ നമ്മൾ പോകുന്നത് രോഗത്തിനെ മാറ്റാനായിട്ടാണ്, രോഗത്തിനെ ഭേദമാക്കാനല്ല, രോഗം മാറാൻ വേണ്ടിയാണ് പോണത്. തലവേദന ചികിത്സിച്ച് അത് വയറുവേദനയായി, തലവേദന മാറി കിട്ടി, അടുത്താണ് അത് മാറുകയാണ് ചെയ്യണത്. നമ്മൾ സ്പെഷ്യാലിറ്റി ടു സ്പെഷ്യാലിറ്റിയാണ് പോണത്. സഞ്ജീവനി ലൈഫ് കെയർ വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കുകയാണ് അവിടെ. ഞങ്ങൾ അവിടുന്ന് ചികിത്സിച്ച് പോകുന്ന ആൾക്കാർ പെട്ടെന്ന് തിരിച്ചു വരാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ അടുത്ത് പലപ്പോഴും ചോദിക്കുന്ന ആൾക്കാരാണ് ഇത് തിരിച്ചു വരുമോ എന്നുള്ളവർ. തിരിച്ചു വരാനുള്ള ചാൻസ് തന്നെ കുറവാണ് അവിടെ. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് 1 മാസം കൊണ്ട് 5 കിലോ വെയിറ്റ് കുറഞ്ഞു, 10 സെൻറ്റിമീറ്റർ വണ്ണം കുറഞ്ഞു. ഇത് രണ്ടാമത് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 കിലോ വെയിറ്റ് കൂടിയത് തന്നെ ഒരു ദിവസം കൊണ്ടല്ലോ, നാളുകൾ എടുത്തില്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻക്രീസിങ് ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മാറ്റ്. അതല്ല വണ്ണം കൂടുന്നൊരു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മാറ്റ്. വണ്ണം എന്തോരം കൂടും എന്നോ അല്ലെങ്കിൽ വണ്ണം എന്തോരം കൂടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കവിടെ നമ്മളുടെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തിക്കും നമ്മളോട്. അത് വളരെ കൃത്യമായിട്ട് സന്തോഷത്തോടുകൂടി സഞ്ജീവനിയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ സന്തോഷത്തോടുകൂടിയേ പോകത്തുള്ളൂ. അതാണ് ഒരു വ്യത്യാസം. ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണം നമ്മൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു തോട്ട് ഡോക്ടർക്ക് എപ്പം മുതലാണ് അങ്ങനെ ഒരു തുടങ്ങണം എന്നുള്ളൊരു സംഭവം വന്നത്? അത് ഞാനൊരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ലോകം മുഴുവനും ഒരുപാട് യാത്ര ചെയ്ത് പല കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ആരോഗ്യ വിഷയങ്ങളിലൊക്കെ ഒരുപാട് പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. അല്ലാതെ രോഗികളുടെ എണ്ണം കൂടി അതിന് ചികിത്സ നടത്തുന്നത് ആരോഗ്യമില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പൂർണ്ണ ആരോഗ്യവാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്നതാണ്. ഒരു മനുഷ്യന് തണുപ്പിനെ അതിജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവാനായിരിക്കണം, അല്ലെങ്കിൽ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റില്ല. പണ്ട് കാലത്ത് ഹിമാലയത്തിൽ പോയി ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രോഗങ്ങൾ വരത്തില്ല. ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ ആശുപത്രികളും കുറവായിരിക്കും, കാരണം അവിടെ രോഗങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അവിടെ നമുക്കിവിടെ രോഗാണുക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ എല്ലാ രോഗാണുക്കളും നമ്മുടെ ശരീരത്തിൽ ഇവിടെ സമൂഹത്തിൽ ഉണ്ട് താനും, പക്ഷേ അത് വീക്കായ ബോഡിയിലേക്ക് അവൻ ചെന്ന് പിടിക്കുള്ളൂ. നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലായത്? കൊറോണയാണ് എന്നെ ഇത്തരം ചിന്തയിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് ഉണ്ടാക്കാൻ വഴിതെളിച്ചതെന്ന് വേണം പറയാനായിട്ട്. എന്താ കാരണം വെച്ചാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ കിലോമീറ്ററോളം നടക്കുന്നവനെ കൊറോണ പിടിച്ചു, യോഗ ചെയ്യുന്നവനെ കൊറോണ പിടിച്ചു, എല്ലാ ആൾക്കാരെയും കൊറോണ പിടിച്ചു. ഇവരൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഭയങ്കര ആരോഗ്യവാനാണെന്ന്. എന്നാൽ ആരോഗ്യവാന്മാരല്ലാത്തതായ എന്ന് കണക്കാക്കുന്നതായ പല ആൾക്കാരെയും കൊറോണയ്ക്ക് മനസ്സിലായി ഇവൻ ചുമ്മാ വാചകടി ഉള്ളൂ എന്നുള്ളവരും, അതുകൊണ്ട് അവനെ കൊറോണ പിടിച്ചു. എന്നാൽ സ്പോർട്സുകാരെ കൊറോണ പിടിച്ചില്ല. ശ്രദ്ധിക്കണത്, സ്പോർട്സ് മേഖലയിലുള്ളതായ ലെസ് ദാൻ 1% ആൾക്കാർക്ക് കൊറോണ ബാധിച്ചോളൂ ലോകത്തിൽ. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സുകാരന് അവൻ്റെ എല്ലാ അവയവങ്ങളെയും പൂർണ്ണമായിട്ട് പ്രവർത്തിപ്പിച്ച് നിർത്തണം. അവൻ പ്രവർത്തിപ്പിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവൻ സ്പോർട്സിൽ ഒന്നാമതെത്താൻ പറ്റില്ല. അവൻ്റെ 79 ഓർഗൻസിനെയും പക്ക പ്രവർത്തിപ്പിച്ചിരുന്നാൽ മാത്രമേ ഉദ്ദേശിച്ചോടത്ത് കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആണുങ്ങൾ കയറി ഗോൾ അടിക്കും.
അപ്പോൾ സ്പോർട്സുകാരൻ എങ്ങനെയാണോ അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത് അതേ രീതിയിലുള്ള സംരക്ഷണ മെത്തേഡാണ് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾക്ക് സ്പോർട്സ് മെഡിസിൻ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ സ്പോർട്സ് മെഡിസിൻ വലിയ ഘടകമായിട്ടുള്ളതായ സ്ഥലത്ത് സ്പോർട്സ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത്. ഞങ്ങൾ ചെയ്യണത് കൂടുതലും ആരോഗ്യ സംരക്ഷണത്തിനാണ്. അപ്പോൾ എന്ത് പറ്റുന്നു, സ്പോർട്സ് മെഡിസിനോടൊപ്പം തന്നെ ഞങ്ങൾ ആയുർവേദം ചെയ്യും, ആയുർവേദത്തിനോടൊപ്പം തന്നെ ഫിസിക്കൽ തെറാപ്പി ചെയ്യും, ഫിസിക്കൽ തെറാപ്പിയോടൊപ്പം തന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതായ കോർ ആക്ടിവിറ്റീസിനെ ഒരു അംബ്രലയുടെ കീഴിൽ ചെയ്ത് സുഖം പ്രാപിക്കുന്ന തരത്തിലേക്ക്, സുഖിപ്പിക്കുന്ന തരത്തിലേക്ക് അവയവങ്ങളെ പ്രവർത്തിപ്പിച്ചെടുക്കുക. അതാണ് സഞ്ജീവനിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങളുടേതായ സംഗതി 100% ഹോളിസ്റ്റിക് ആണ്. അതായത് സഞ്ജീവനി ലൈഫ് കെയറിനെ പറ്റി പറയുമ്പം 15 ഡേയ്സ് പ്രോട്ടോക്കോള് ഭയങ്കര എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയണ്ടേ, ഇമ്മേഴ്സീവ് ഹെൽത്ത് ഒപ്റ്റിമൈസേഷൻ അല്ലേ, അങ്ങനെ ഒരു സംഭവത്തിൽ ഇത്രയും ആയുർവേദം ഉണ്ട്, അതേപോലെ തന്നെ സ്പോർട്സ് സയൻസ് ഉണ്ട്, ഇതിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ആളുകൾക്ക് കേൾക്കുമ്പോൾ 15 ദിവസം കൊണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി 15 ദിവസം കൊണ്ട് അവിടെ സംഭവിക്കുന്നത്? അല്ല, ഞങ്ങളുടെ ഇവിടെ മിനിമം 15 ദിവസം ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി പറയാണ്, എനിക്ക് ഉറക്കം ശരിയായിട്ട് ഉറക്കമില്ല, എന്നാൽ ജോയിൻസുകളിൽ പല സ്ഥലത്തും പെയിനുണ്ട്. അതൊരു ലേഡി പറയുമ്പോൾ ഞങ്ങളുടെ വിഷൻ വേറെ ആയിരിക്കും, ഒരു പുരുഷൻ പറയുമ്പോൾ വിഷൻ വേറെ ആയിരിക്കും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ പലതരത്തിലുള്ളതായ വിശേഷങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ ഞങ്ങളത് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഹെൽത്ത് മാനേജ്മെൻറ്റാണ് അവിടെ എടുക്കുന്നത്, അതുപോലെ പുരുഷന്മാരുടെ ഹെൽത്ത് മാനേജ്മെൻറ്റാണ് എടുക്കുന്നത്. ഈ രണ്ടുപേരുടേതായ കാര്യങ്ങൾ നമ്മൾ ഇവാലുവേഷൻ നടത്തിയിട്ട് ഓരോ ദിവസവും ആദ്യം തന്നെ ഈ വ്യക്തിയുടെ ജോയിൻറ്റ് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് നോക്കും, പോസ്ചർ അനാലിസിസ് നോക്കും. ഇത് രണ്ടും നോക്കിയതിന് ശേഷം ബിഫോർ ആഫ്റ്റർ ചെയ്ത് ബോഡി കോമ്പോസിഷൻ നോക്കും. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളവരോ അങ്ങനെ ഒരു അനാലിറ്റിക്കൽ മെത്തേഡിൽ അനാലിസിസ് ചെയ്ത് ശരിയായ രീതിയിൽ പ്രോട്ടോക്കോൾ വെച്ച് തെറാപ്പികൾ കൊടുക്കുകയാണ് അവിടെ. അത് 100% നോൺ ഇൻവെസീവാണ്. സർജറി എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല, മിനിമലും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ 100% നോൺ ഇൻവെസീവാണ്. യാതൊരു തരത്തിലുള്ളതായ ഫാർമ ഇൻ്റർവെൻഷൻസും ഇല്ല. ആകെ നമ്മുടെ അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടേതായ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ഇപ്പോൾ ജോയിൻറ്റ് പെയിൻ വളരെ കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യും. കാരണം സപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഡെഫിഷ്യൻസിയുടേതായ സംഗതി അതും ഞങ്ങൾ കൊടുക്കുന്നതായ സപ്ലിമെൻറ്റ്സ് ഇമ്പോർട്ടഡ് ആയിരിക്കും. അത് മെയ്ഡ് ഇൻ USA എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന സാധനങ്ങളെ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. എന്താ കാരണം വെച്ചാൽ അതിൻ്റെ GMP കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഈ ഫോട്ടോ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഇല്ല ഇവിടെ. ഇവിടെ നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് മേടിച്ചാലും ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചാൽ നമ്മൾ പുറത്ത് വെച്ചാൽ കലോറി ഇത്രയും ഉണ്ടാവും, വൈറ്റമിൻ ഉണ്ടാവും, പ്രോട്ടീൻ, അതൊന്നും അവർ ടെസ്റ്റ് ചെയ്ത് എഴുതുന്നതല്ല. ഏതോ ഒരുത്തിന് എഴുതി വെച്ചാൽ അത് വീണ്ടും കോപ്പി ചെയ്ത് എഴുതണമാണ് അവിടെ. വിദേശ രാജ്യങ്ങളിൽ അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മാനുഫാക്ചർ സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ 15 ദിവസം അത് മിനിമമാണ്, ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. പക്ഷെ നമ്മൾ ഈ കുറേ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്, ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മുട്ടുവേദന മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും മുട്ടുവേദന സഹിച്ചിരിക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി എങ്ങനെയെങ്കിലും ഇത് മാറട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടും. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? അല്ല, അതിനെ നമ്മളിപ്പോൾ ഒന്നിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനും പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാറുള്ളതാണ്. ഒരു ഡോക്ടർ ചെന്നു, കാലുമ തൊടുന്നു, വേദന മാറി. അപ്പോൾ ആ ഡോക്ടറോട് ചോദിക്കുകയാണത് എങ്ങനെയാണെന്നുള്ളത്. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതായ ഒരു ഇതാന്ന് പറയുകയാണ്. അങ്ങനെ ചികിത്സിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേദനയും പാരമ്പര്യ ചികിത്സ കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രവാദം കൊണ്ടോ ഒരു പൂജ കൊണ്ടോ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. സാധ്യമാണ് എന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ ശബരിമലയ്ക്ക് ഇപ്പോൾ കാഴ്ച കിട്ടിയെന്ന് പറയാണ്. എന്നാൽ അന്തന്മാർ മൊത്തം ശബരിമലയ്ക്ക് പോട്ടെ, കാഴ്ച കിട്ടുമെന്ന് നോക്കാം. അതിൻ്റെ പിന്നിൽ നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു വിശ്വാസവും അന്ധവിശ്വാസവുമാണത്. അതിനൊന്നൊരു ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ സപ്പോർട്ടില്ല. ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റണം. ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റാത്തതായ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നതായ പേഷ്യൻസ് പോയി കഴിയുമ്പോൾ അവരുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കത്തില്ല. അവർ സമ്മതിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ അത് അവരുടെ പ്രൈവറ്റ് കാര്യമാണ്. അവിടെ എനിക്ക് സുഖമില്ലാതിരുന്ന ആളായിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അസുഖം ഭേദമായി എന്ന് എന്തിനു പറയണം? ഞാൻ സുഖമില്ലാത്ത ആളാണെന്ന് ലോകരെ അറിയിക്കണോ? നമ്മൾ അങ്ങനെ അറിയിക്കേണ്ടത് ആവശ്യമില്ല അവിടെ. അത് നമ്മൾ ഒരാളുടെയും ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ പുറത്തു പറയണത് നിയമപരമായിട്ട് തെറ്റാണ്. നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല. ആശുപത്രി ഡീറ്റെയിൽസ് പുറത്തു കൊടുക്കാൻ പാടില്ല.
പിന്നെ എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളവരും എനിക്കറിയില്ല, ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങളുടേതായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ഞങ്ങളുടെ സ്വന്തമായിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടില്ല, ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് വായ്പ മേടിച്ചിട്ടില്ല. ഇന്ന് വികസിത രാജ്യങ്ങളിൽ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണോ ആ മെത്തേഡ് ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നു. അത് എക്യുപ്മെൻറ്റ് ത്രൂ അല്ലാത്ത ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കൈപുണ്യം എന്ന് പറഞ്ഞ ഒന്നും ഞങ്ങളുടെ അവിടെ ഇല്ല. എക്യുപ്മെൻസിൻ്റെ ഔട്ട്പുട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറുടെ സോഷ്യൽ മീഡിയ കണ്ടായിരുന്നു. വയറുവേദനയ്ക്ക് ചുമ്മാ തോർത്തുമുണ്ട് നനച്ചിട്ട് വയറ്റി കെട്ടിയാൽ മതിയെന്ന്, 24 മണിക്കൂർ കൊണ്ട് വയറുവേദന മാറുമെന്ന്. ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. കാരണം വയറുവേദന അനേക രോഗത്തിൻ്റെ കാരണമാണ്. ചുമ്മാ തോർത്തുമുണ്ട് നനച്ച് വയറ്റി കെട്ടി കഴിഞ്ഞാൽ വയറുവേദന മാറുമെന്നൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു മറുപടി പറയാനാ? അതിനൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ചെയ്തു കാണുമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ചിലപ്പോൾ മാറി കാണുമായിരിക്കാം. പക്ഷേ വയറുവേദനയ്ക്ക് തോർത്തുമുണ്ട് നനച്ച് വയറ്റി കെട്ടിയതുകൊണ്ട് വയറുവേദന മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പഠിച്ച തിയറിയും അനാട്ടമിയും അതിനെ വിശ്വസിപ്പിക്കുന്നില്ല എങ്ങനെയാണെന്നുള്ളവരും. അല്ലാത്തതായ കാര്യം നടന്നുണ്ടാവും. ഇപ്പം ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യം പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ. എന്നാൽ ഭൂകമ്പം ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അറിയുമെങ്കിൽ നമ്മൾ ഭൂകമ്പത്തിനെ പണ്ടേ ചെറുത്തുന്നതിനല്ലോ. നമുക്കത് അറിയില്ല. അറിയില്ലാത്തതായ കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആരോഗ്യ മേഖല പരീക്ഷണ വസ്തുവാക്കരുത്. ആ പരീക്ഷണ വസ്തു ആക്കും തോറും ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും, പക്ഷെ ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും പ്രൈസ് കിട്ടില്ല. ഒരാൾക്കേ പ്രൈസ് കിട്ടത്തുള്ളൂ. അതിലൊരാളാവാൻ നമ്മൾ ലോട്ടറിയുടെ കാര്യത്തിൽ നോക്കാൻ പാടുള്ളൂ, ആരോഗ്യ കാര്യത്തിൽ നോക്കരുത്. ആരോഗ്യമാണോ, ആരോഗ്യകാര്യമാണോ, നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ. ഇപ്പോൾ പുതിയ തലമുറ മരുന്നുകൾ കഴിക്കുന്നതായി ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരുന്ന് എഴുതി തരുമ്പോൾ അവർ ഗൂഗിൾ അടിച്ച് നോക്കും, അതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ കഴിക്കേണ്ടെന്ന് വയ്ക്കും. എന്നതുപോലെ നമ്മൾ ആരോഗ്യ വിഷയത്തിൽ ആരെന്ത് പറഞ്ഞാലും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് പറയാത്ത സ്ഥലത്ത് പോയി ആരോഗ്യത്തിനെ വച്ചു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ശരിയായ മാർഗ്ഗമല്ല. അതെ, ഇപ്പോൾ സഞ്ജീവനി ലൈഫ് കെയറിൽ ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം ഈ റൂട്ട് കോസ് ഹീലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ അറിയാതെ പോകുന്ന ഈ റൂട്ട് കോസസ് എന്തൊക്കെയാണ്? നമ്മൾ അറിയാതെ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഫാറ്റ്. ബോഡിയുടെ വിസ്റൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ഞാൻ മോളുടെ സുഹൃത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആ വിസൽ ഫാറ്റ് കൂടിയത് മൂലം അദ്ദേഹത്തിന് ബോഡി പെയിൻ ഉണ്ട്, സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. ഈ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂ കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ അയാളുടെ വിസൽ ഫാറ്റ് കൂടിയത് പോലും. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ അനാലിറ്റിക്കൽ മെത്തേഡിൽ അനലൈസ് ചെയ്തെടുക്കണം. അനലൈസ് ചെയ്തെടുത്താലാണ് നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളവിടെ രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ഥലമല്ല. ഞങ്ങളുടെ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ടോട്ടൽ ഓർഗൻസിനെ പ്രവർത്തിപ്പിച്ചെടുക്കുകയാണ്. പ്രവർത്തിപ്പിച്ചെടുത്ത് 100 മാർക്ക് ആരോഗ്യത്തിന് കൊടുക്കുകയാണ് നമ്മളവിടെ. അതാണ് ഞങ്ങൾ ചെയ്യണത് അവിടെ. അപ്പോൾ അങ്ങനെ പ്രവർത്തിപ്പിച്ച് വരുമ്പോൾ ഈ മറ്റു തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ട അസുഖങ്ങൾ ഇല്ലാതാകും. ഒരു ഉദാഹരണത്തിന് ഒരു മൈഗ്രെയിൻ എന്ന് പറഞ്ഞതായ സംഗതി ഞങ്ങളുടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ ഒരു മൈഗ്രെയിൻ പേഷ്യൻ്റ് വന്നാൽ ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് 4 ആഴ്ച കൊണ്ട് സുഖപ്പെടുത്തി വിടും. അത് സുഖപ്പെടുത്തി വിടുന്നത് ഞങ്ങളെന്തോ പ്രത്യേകിച്ച് കണ്ടുപിടിക്കപ്പെട്ട ടെക്നിക്കല്ലത്, ഇന്ന് ലോകത്തിൽ അവൈലബിൾ ടെക്നിക്കാണ്. ആ ടെക്നിക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ സ്വന്തം കഴിവിൽ വികസിപ്പിച്ചെടുത്തതായ ഒരു ഫോർമുല അവിടെ ഇല്ല. ഇന്ന് ലോകരാജ്യങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളതായ ഫോർമുല എല്ലാം കൂടി ഒരു അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ മൈഗ്രെയിൻ ക്ലിയർ ചെയ്യണു. മൈഗ്രെയിൻ ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതായ ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേരാണ് ഡീപ്പ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, ഡീപ്പ് TMS. അതിവിടുത്തെ ആശുപത്രികളിലില്ല. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെയാവും. ഞങ്ങൾ അതിനോടൊപ്പം തന്നെ വേറെ തെറാപ്പികൾ ചെയ്യും. ഒരു കോമ്പിനേഷൻ ഓഫ് ദ ഹോളിസ്റ്റിക് വെൽനസ് പ്രോഗ്രാമിലൂടെ മൈഗ്രെയിൻ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടും. പെൺകുട്ടികൾക്കുണ്ടാവുന്നതായ പീരിയഡ്സ് പെയിൻ ഞങ്ങളുടെ അടുത്ത് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടും. ഇതൊന്നും രോഗാണുമൂലമുള്ളതല്ല. രോഗാണുമൂലമുള്ളതല്ലാത്തത് കൊണ്ട് തെറാപ്പി മൂലം രക്ഷപ്പെടുത്താൻ പറ്റും. രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമേ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ഇത് മൈഗ്രെയിൻ ഉണ്ടായത് രോഗാണുമൂലമല്ലല്ലോ. മൈഗ്രെയിൻ ഉണ്ടാവുന്നത് ഒരു ഡിസോർഡറാണ്. ആ ഡിസോർഡറിനെ ഞങ്ങൾ ഓർഡറിലാക്കും, അത്രേ ഉള്ളൂ.
വേറെ യാതൊരു മാജിക്കും അതും ഇല്ല. അതിനെ ഓർഡറിലായി കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഉണ്ടാവില്ല. ജനിക്കുന്ന കുട്ടിക്ക് മൈഗ്രെയിൻ ഉണ്ടാവില്ലല്ലോ. അത് ശരിയാ. ഇപ്പൊ ശരിക്കും കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും മടി അല്ലെങ്കിൽ ഏറ്റവും പേടി ഇങ്ങനെ മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും എന്ന് എപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മരുന്നില്ലാതെ ഒരു അസുഖം ഭേദപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് സഞ്ജീവനി ലൈഫ് കെയറിന്റെ ഏറ്റവും വലിയൊരു പ്രോമിസ് എന്ന് പറയുന്നത്. 100%. അതായത് മരുന്നുകൾ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ മരുന്നുകൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു രോഗാണുവിനെ നശിപ്പിക്കാൻ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരവയവം പ്രവർത്തിക്കാതിരിക്കാൻ. മനസ്സിലായി. മരുന്നുകൾ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ മേടിക്കുന്നത്, ഉണ്ടാക്കുന്നത്. മരുന്നുകൾ ഉണ്ടാക്കുന്നത് ലോകത്തിൽ ആരും തന്നെ ഡോക്ടർമാരല്ല. മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കെമിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്ത് മനുഷ്യനിൽ പരീക്ഷിച്ച് റിസൾട്ട് ഉണ്ടെന്ന് കാണുമ്പോഴാണ് അതിന് ഫാർമക്കോപ്പി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പരീക്ഷിക്കുന്നത് എന്ത് കണ്ടിട്ടാ? ഏതെങ്കിലും ഒരു രോഗാണുവിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ. അതല്ലാതെ നമുക്ക് മൈഗ്രെയിൻ ഉള്ളതായ ഒരാൾക്ക് വേണ്ടിയിട്ട് മരുന്നുണ്ടാക്കാൻ പറ്റുമോ? കാരണം മൈഗ്രെയിൻ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടില്ലല്ലോ. മൈഗ്രെയിൻ ഉണ്ടാവുന്നതിൻ്റെതായ റൂട്ട് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. മൈഗ്രെയിൻ ഉണ്ടാവുന്നതിൻ്റെ റൂട്ട് കോസ് മെയിനായിട്ട് അലർജിയാണ്. ഈ രണ്ട് കാര്യത്തിന് ഞങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ രണ്ട് കാര്യം നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് പെട്ടാൽ തന്നെ അവിടെ മൈഗ്രെയിൻ സ്റ്റോപ്പ് ആവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. നമ്മൾ ആയുർവേദിക് തെറാപ്പി പ്രകാരമായിട്ട് അങ്ങനെ നമ്മൾ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ സ്ഥലത്ത് ശിരോവസ്ഥയും ശിരോധാരയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ട് അവിടെ. അത് നമുക്ക് ബിഫോർ ആഫ്റ്റർ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഈ മൈഗ്രെയിൻ മൂലമുള്ളതായ മറ്റ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഉറക്കക്കുറവുണ്ടാവും. ദെൻ ലേഡീസിന് പീരിയഡ്സ് ടൈമിൽ മൈഗ്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ചില കുട്ടികൾക്കുള്ളതൊരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. പീരിയഡ്സ് വരുന്ന ടൈം ആകുമ്പോൾ വെച്ചാൽ അവർക്ക് മൈഗ്രെയിൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോണതായ കുട്ടികൾ ലീവ് എടുക്കുന്ന സംവിധാനം വരെയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ കേസുകൾ വന്നിട്ടുള്ളതാണ്. മാസത്തിൽ 2 ദിവസം ലീവ് എടുക്കുക. എന്താ കാരണം വെച്ചാൽ ഈ സമയമാകുമ്പോൾ കുട്ടിക്ക് നിവൃത്തിയില്ല. അപ്പോൾ ഈ നിവൃത്തിയില്ലാത്ത കണ്ടീഷനിലേക്ക് വരുന്നതിന് കുട്ടികൾ മരുന്ന് കഴിക്കാൻ തയ്യാറാവുന്നില്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം വന്നാലോ എന്ന കണക്കെ കൊണ്ട് ഈ പെൺകുട്ടികൾ സഹിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ സഞ്ജീവിനി ലൈഫ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സെൻ്ററാണ്. അവിടെ പരിഹാരങ്ങൾ മാത്രമേ ഉള്ളതിന്. അതിനല്ലാതെ ഞങ്ങൾ കുറച്ച് മരുന്ന് തന്ന് 15 ദിവസം കഴിഞ്ഞിട്ട് വരണ്ട. അവിടെ ഞങ്ങളവിടെ 15 ദിവസം കൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യാണ് അവിടെ. മനസ്സിലായി. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇപ്പം കുറേ പേർക്ക് അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്കടക്കമുണ്ട്, മരുന്ന് കഴിക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾ ലൈഫ് കെയർ, നമ്മുടെ സഞ്ജീവനി ലൈഫ് കെയറിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് ഡയബറ്റിസിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന്. ഡയബറ്റിസിന് ട്രീറ്റ്മെൻറ്റ് ഞങ്ങളുടെ അടുത്തില്ല. ഡയബറ്റിസ് മൂലം നിങ്ങൾക്ക് ഒരു ന്യൂറോപ്പതി വന്നിട്ടുണ്ട്, അല്ല ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഡയബറ്റിക് ന്യൂറോപ്പതി ഞങ്ങൾ ചെയ്തതാണ് അവിടെ. അപ്പോൾ ഈ ന്യൂറോപ്പതിയുടേതായ സിംറ്റം മൂലം നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്ന കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡയബറ്റിക് മൂലമുള്ളതായ ന്യൂറോപ്പതി ഇഷ്യൂസ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ഡയബറ്റിസ് താഴത്തേക്ക് വരും. അതല്ലാതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഷുഗർ 300 അതിന് സഞ്ജീവനിയിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഞങ്ങൾക്ക് ആധികാരികമല്ല. ഞങ്ങൾക്ക് മസിൽസിൻ്റെ പവറും അവയവങ്ങളുടെ പ്രവർത്തനവുമാണ് പ്രധാനം. മെറ്റബോളിക് റേറ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കണം. നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് എത്രയുണ്ട്, മിനറൽ ഇൻടേക്ക് എത്രയുണ്ട്, നമ്മൾ ഒബേസിറ്റി എത്രയുണ്ട്, വിസൽ ഫാറ്റ് എത്രയുണ്ട്, മസിലിൻ്റെ സ്ട്രെങ്ത് എത്രയുണ്ട്, ഇത് മുഴുവൻ നോക്കിയാലാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ബ്ലഡിൻ്റെ ടെസ്റ്റിന് വലിയ ആധികാരികത കാണിക്കാറില്ല. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയ ബ്ലഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് സപ്പോർട്ടഡ് ഡോക്യുമെൻ്റ് ആക്കും. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ആ ഡിസീസ് മാനേജ് ചെയ്ത് പോകാമെന്ന് പറയുമല്ലോ, അങ്ങനെയാണ് കൂടുതൽ ആളുകൾ അതിനെ നോക്കിക്കാണുന്നതെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പ്രധാനമായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളിൽ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പെൺകുട്ടി എന്നെ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് ഈ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലയെ കുറിച്ച് അറിയുന്നത്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള ധാരണയിലാണ് പെൺകുട്ടി ഇരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് അതിനെ പറ്റിയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്കിൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊക്കെ അറിയാവുന്നതാണ്, ഇതിന് ചികിത്സയില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടി ചികിത്സയില്ല എന്ന് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചു. അത് ആരെങ്കിലും പറഞ്ഞാന്നാണെന്ന് ചോദിച്ചു. എൻ്റെ ഡോക്ടർ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് വെച്ചുകൊണ്ട് മാനേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എത്ര വയസ്സായെന്ന് ചോദിച്ചു. അപ്പോൾ 32 വയസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ ആ കുട്ടിക്ക് നടക്കാൻ പാടില്ല, വീൽ ചെയറിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. അപ്പോൾ അതിന് ഒരു സ്കിൻ സംബന്ധമായ ഒരു പ്രോബ്ലമാണ് ആ കുട്ടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഇത് ചികിത്സിക്കാവുന്നതാണ് സഞ്ജീവനിയിൽ, ഇത് ചികിത്സിക്കാൻ പറ്റും. ഇല്ല അങ്കിളെ അത് ചികിത്സിക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി തർക്കിക്കുകയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മലയാളിയുടെ പ്രത്യേകതയാണത്, നമ്മൾക്കൊരു കാര്യം അറിയാമെങ്കിൽ അതിനേക്കാൾ അറിയാവുന്ന മറ്റൊരാളില്ല എന്ന് തർക്കിച്ച് നമ്മൾ തോൽപ്പിക്കും. കാരണം നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാളില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൾച്ചറുണ്ട് അവിടെ. ആ കുട്ടിയുടെ അസുഖം ശരിയായിട്ട് ഞങ്ങൾക്ക് ഭേദമാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കുട്ടി സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളുടെ അവിടെ ഡയബറ്റ് മൂലമുള്ളതായ എന്ത് തരത്തിലുള്ളതായ മറ്റു ഡിസോർഡറുകളുണ്ടെങ്കിൽ ആ ഡിസോർഡറിനെ ഞങ്ങൾ ഓർഡറിലാക്കി ഡയബറ്റിക് കൺട്രോളിലാക്കും. അതാണ് ചെയ്യണത്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 1 മാസം ചികിത്സിക്കണം. അവിടെ വന്ന് കിടന്ന് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് ചികിത്സിച്ചാൽ മാത്രമേ പിന്നെ ഒരു 2 കൊല്ലെങ്കിലും മിനിമം ഇത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതാണ് ചിന്തിക്കേണ്ടത്. അതെ, ഇപ്പോൾ സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അവരെല്ലാം മൾട്ടി ടാസ്കിങ് ആൾക്കാരാണെന്ന് പറയുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുന്നു. പക്ഷേ ഈ സമയത്ത് അവർ മറന്നു പോകുന്ന അവരവരുടെ ഹെൽത്തിനെ നോക്കാനായിരിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലം എന്തായിരിക്കും? ഇപ്പം ഞാൻ കണ്ടത് ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഏറ്റവും വലിയ പ്രോബ്ലമാണ് PCOD ഇഷ്യൂസ്. PCOS ഇഷ്യൂസ് ഇല്ലാത്ത കുട്ടികളുണ്ടോയെന്ന് സംശയം തുടങ്ങി എനിക്കിപ്പോൾ. അതുപോലെ തന്നെയാണ് പീരിയഡ്സ് പെയിനും. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ PCOD ഉള്ളതായ ഒരു കുട്ടി നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിക്കാതെയാണ് എന്നുണ്ടെങ്കിൽ ഒരു 17% ഹാൻഡിക്കേപ്ഡ് കുട്ടികൾ ഉണ്ടാവുന്നത് PCOD ഉള്ള കുട്ടികൾക്കാണ്. PCOD മൂലമുള്ളതായ അമ്മമാർ അവർ വിവാഹം ചെയ്ത് കുട്ടികളുണ്ടാകുമ്പോൾ 17% കുട്ടികൾ ഹാൻഡിക്കേപ്ഡാണ്. അപ്പോൾ അത് ആ PCODയെ നമ്മൾ ശരിയായ രീതിയിൽ ഭേദമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതും എന്നോട് ഒരു കുട്ടി പറഞ്ഞു, അത് ചികിത്സയൊന്നുമില്ല, ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള രീതി പാടില്ല. PCOD ട്രീറ്റ് ചെയ്യാവുന്നത് തന്നെയാണത്, അതിന് യാതൊരു വിഷയമില്ല അവിടെ. അത് ട്രീറ്റ് ചെയ്യുന്നതായ മെത്തേഡിനാണ് വ്യത്യാസം. ഞങ്ങളതിന് ചെയ്യണ നല്ലൊരു ശതമാനം വെച്ചാൽ ഈ പെൽവിക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ സ്ട്രെസ്സ് കുറച്ച് ഡീപ്പ് TMSഉം അതുപോലെ തന്നെ ഐസോകൈനറ്റിക്കും ജോയിൻറ്റ് മൂവ്മെൻറ്റൊക്കെ പലതരത്തിലുള്ളതായ തെറാപ്പികൾ ഓരോരോ വ്യക്തിക്ക് അനുസൃതമായി ഓരോ ദിവസം ചെയ്ത് ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ അതൊക്കെ ഒരുപാട് നല്ല രീതിയിലേക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുമ്പം കുറേ മാസങ്ങളായിട്ടുള്ള പ്രിപ്പറേഷനാണ്, ഡ്രസ്സ് ചെയ്തിടണം, മേക്കപ്പ് ആർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ അതേസമയം അവരുടെ ഹെൽത്തും ബോഡീനെയും വെച്ച് അല്ലെങ്കിൽ അതിന് ഒരു പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? 100% ശരിയായ ഒരു കാര്യമാണ്. ആ ചോദ്യത്തിന് ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൻ്റെ ഒരു ലക്ഷ്യത്തിലുള്ളതായ വലിയൊരു കാര്യമാണ് പ്രീ മാരിറ്റൽ വെൽനസ്. വിവാഹം നിശ്ചയിക്കുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നതായ വ്യക്തികൾ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് സെക്ഷൽ ഇമ്പോർട്ടൻസി. ഈ സെക്ഷൽ ഇമ്പോർട്ടൻസിയുടെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഈ കുട്ടികളുടെ എനർജി ലെവൽ മോശമായതുകൊണ്ടാണ്. ഈ എനർജി ലെവൽ മോശമാണ് അതിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് തന്നെയാണ്. ഈ സ്ട്രെസ്സ് മൂലം ഇത്തരം കുട്ടികളെ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സഞ്ജീവനിയുടെ പ്രധാനപ്പെട്ടതൊരു കാര്യമാണ് പ്രീ മാരിറ്റൽ വെൽനസ് എന്ന് പറഞ്ഞ സംഗതിയിൽ വിവാഹം നിശ്ചയിക്കുന്നതായ കുട്ടികളെ ഒരു 2 വീക്സ് സഞ്ജീവനിയിൽ കൊണ്ടുവന്ന് നിർത്തി കൗൺസിലിംഗ് ചെയ്യും. ശരിയായ രീതിയിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ടാവും, ശരിയായ രീതിയിൽ പെൽവിക് സ്ട്രെങ്തനിങ് ഉണ്ടാവും, ശരിയായ രീതിയിൽ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യും, ഈവൻ ബ്യൂട്ടിയും കൂടെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെൻ്റലിയും ഫിസിക്കലിയും അവർ പ്രിപ്പയർഡ് ആയിരിക്കും ഫോർ എ മാരേജ്. ഒരു ഹെൽത്തി ബോഡി ഉള്ള ആൾക്കാർക്ക് മാത്രമേ നല്ലുള്ളതൊരു ഹാപ്പി ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹാപ്പി ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ടതൊരു കാര്യമാണ് ബോഡി ഹാസ് ടു ബി മെയിൻറ്റെയിൻ പെർഫെക്റ്റ്. അത് അങ്ങനത്തെ ഒരു പരിപാടി സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിലുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വാസ്റ്റായിട്ട് പോയിട്ട് അങ്ങനെ വലിയൊരു പരസ്യം കൊണ്ടത് ഇത് വരണവൻ വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർക്ക് ഫലം ഉണ്ടാവും. അതേ പറ്റത്തുള്ളൂ നമുക്കവിടെ. അവിടെ വന്ന് ക്യൂ നിന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് അങ്ങനത്തെ പരിപാടി സഞ്ജീവനിക്കില്ല. സഞ്ജീവനി ഒരാളെ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കി ചികിത്സിക്കുക, അല്ലാത്തതേ കേസ് ഞങ്ങൾ എടുക്കത്തില്ല. അതാണ് ഞങ്ങളുടെ രീതി. ഇപ്പോൾ ഈ ഒരു പ്രീ മാരിറ്റൽ വെൽനസ് ഫോർ വിമൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്കീം പുതിയതായിട്ട് നമ്മൾ വെക്കണം എന്നൊരു ഐഡിയ വരാനൊക്കെ ഉള്ളൊരു കാരണം ഇവിടെ പുതിയ തലമുറയിൽ വിവാഹം കഴിഞ്ഞ് നമ്മളിപ്പോൾ സിറ്റികളിലല്ല ഇപ്പോൾ ഗ്രാമങ്ങളിൽ വരെയായി. ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള കാര്യമാണ്, രാത്രി ആയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ പുതുതായിട്ട് മാരേജ് കഴിഞ്ഞതായ കുട്ടികൾ രാത്രിയായി ജോലി ചെയ്ത് ക്ഷീണിച്ച് വൈകുന്നേരം വീട്ടിൽ വന്ന് ഡിന്നർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം. ഇത് പുറത്തേക്ക് പോണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദെയർ ഫൺ. മറിച്ച് എൻ്റെയൊക്കെ പ്രായത്തിൽ, എൻ്റെ കാലഘട്ടത്തിൽ ആ പ്രായത്തിലാണെങ്കിൽ ഞങ്ങൾ എത്രയും വേഗം ആഹാരം കഴിഞ്ഞ് ബെഡ്റൂമിലേക്കേ പോകുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ആഹാരം കഴിഞ്ഞിട്ട് നടുറോട്ടിലേക്ക് ഇറങ്ങാണ്. നടുറോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടും അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് വലിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ ഈ കേരളത്തിൽ പല സ്ഥലത്തും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടു. ഞാനവിടെ
അപ്പോൾ അത് കണ്ട് ചിലപ്പോൾ എൻ്റെ മക്കളുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ മക്കളുണ്ടാകാം, ഇതൊക്കെ എനിക്ക് മക്കൾ തന്നെയാണ് അവിടെ. അപ്പോൾ അവരെ നമ്മൾ ഉപദേശിക്കാൻ പോയാൽ അവർ നേടൂല. മറിച്ച് നമ്മളതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനിയുള്ള തലമുറയ്ക്ക് അത്തരം ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ ഒരാളെ വിവാഹിതനാവാനോ വിവാഹിതയാവാനോ ചിന്തിക്കുന്ന വ്യക്തി ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തണം. ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെന്നില്ലാത്ത പക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റിമസി കുറഞ്ഞു പോകും. നമുക്ക് എല്ലാ സ്ത്രീകളെയും എല്ലാ പുരുഷന്മാരെയും നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല. ഒരാളെയാണ് വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. ആ സെലക്ഷനിൽ പരാജയം വന്നു കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് എന്നുള്ളത് ഇന്നൊരു ഹോബിയായിട്ട് മാറി. ഡിവോഴ്സ് എന്നുള്ളത് ഹോബിയായിട്ട് മാറുന്നത് ഫിസിക്കലി അവർ ഫിറ്റല്ല എന്നുള്ളതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ തോന്നത്തില്ല. അതൊരു സൈക്കോളജിയാണ് അവിടെ. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാണ്ട് വരുമ്പോൾ താൻ തൻ്റെ പണിയെ കൂടെ നീ നിൻ്റെ പണിയെ കൂടി യെസ് അവിടെ തീർന്നു അവിടെയുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല ഹെൽത്ത് വേണം. നല്ല ഹെൽത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ പ്രവർത്തിപ്പിച്ചെടുക്കണം. അത് എങ്ങനെയാണെന്നുള്ളതാണ് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകളിൽ PCOD ആയിക്കോട്ടെ, പീരീഡ്സ് ഇറഗുലർ ആയിക്കോട്ടെ, ഹോർമോൺ ഇംബാലൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ കുറേ കുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ കല്യാണത്തിന് മുൻപ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്തരത്തിലുള്ള എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വിവാഹം എന്ന് പറയുന്നത് നമ്മളൊരു ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് പോകണം. നമ്മൾ ഈ കരയിലാണ് ജീവിച്ചത്. ഈ കരയിൽ ജീവിച്ചപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് ആ കരയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ധന്യമാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ പോണത്. അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്നിടത്തില്ലാണ്ടുമാകും, അവിടെ രക്ഷപ്പെടാണ്ടുമാകും. അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. ആരോഗ്യം ഇല്ലാത്തതായ ശരീരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കരുത്. ആ ശരീരം പരസ്പരം ബന്ധിപ്പിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റിമസി ജനറേറ്റ് ചെയ്യത്തില്ല. ഇൻറ്റിമസി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ ഫിറ്റായിരിക്കണം. ആ മെൻ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും സഞ്ജീവനി പോലുള്ളതായ സ്ഥാപനങ്ങളിലാണെങ്കിലേ സാധ്യമാകൂ. വേറൊരു സ്ഥലത്ത് സാധ്യമാകാൻ എളുപ്പമല്ല. അതാണ് ഞങ്ങളുടെ ഒരു വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസും ഒരാളുടെ കോൺഫിഡൻസും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട്? സ്ട്രെസ്സ്, നമ്മുടെ ആ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകുന്നതിൻ്റെ പ്രധാന കാരണം സ്ട്രെസ്സാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ. അവിടെ മെൻ്റൽ ഹെൽത്ത് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ബാധിക്കില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു റോട്ടിലൂടെ, വിജനമായ റോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഇപ്പം ഒരു 200 മീറ്റർ നീളമുള്ള റോട്ടിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഒരു ചെറിയൊരു ഇരുട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ ഒരു മഴക്കാറുള്ള സമയമാണ്. നമ്മൾ അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാൾ, ഒരു ഭീകരനായ ഒരാൾ വരാണ്. നമ്മൾ ഒരു 50 മീറ്റർ ദൂരത്തിലാണ് ആളെ കാണുന്നത്. ആളെ കണ്ടു കഴിഞ്ഞാൽ പാർവതി എന്ത് ചെയ്യും? നേരെ സ്പീഡിൽ നടക്കും. അതായത് പാർവതിക്ക് പേടി തുടങ്ങും, ഇല്ലേ? ആ മനുഷ്യൻ കുറച്ചും കൂടെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്നൊരു കല്ലെടുത്തു. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ പാർവതിക്ക് എന്ത് തോന്നും? ഞാൻ കുറച്ചിങ്ങനെ നോക്കും, എന്നെ അറിയാനാണോ കല്ലെടുത്തത്? അപ്പോൾ പാർവതിക്ക് സംശയവും പേടിയാണ് അവിടെ. ആ വ്യക്തി അതിനൊന്നും വേണ്ടി എടുത്തല്ല, പാർവതി ഉപദ്രവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പേടിപ്പിച്ചതാ പുള്ളി. അപ്പോൾ ആ ആൾ വിജയിച്ചു, പക്ഷെ പാർവതി പരാജയപ്പെട്ടു. പൂർണ്ണ ആരോഗ്യമുള്ളവനാണെങ്കിൽ അയാൾ അയാളുടെ വഴിക്ക് പോവും, ഞാൻ എൻ്റെ വഴിക്ക് പോവും. അയാൾ കല്ലെടുത്തോട്ടെ, എനിക്കെന്നെ. അയാൾ ഓപ്പോസിറ്റ് വന്നിട്ട് എനിക്കെന്നെ. പൂർണ്ണ ആരോഗ്യമില്ലാത്ത ആൾ ഭയവും അനാവശ്യ ചിന്തകളുമായിട്ട് മാറും. അതാണ് ഈ ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് വരുന്ന ആളാണെങ്കിൽ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്ക് വരുമ്പോൾ ഒരു അടി വന്നാൽ തടുക്കാനുള്ളതായ മൈൻഡ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ഇത് ഇപ്പോഴത്തുള്ള തലമുറ പിള്ളേർ ഓടത്തേ ഉള്ളൂ. ഞാൻ ആരോഗ്യമില്ല, അവർക്ക് ആരോഗ്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് കഴിക്കണം, എവിടെ ആരോഗ്യം ഉണ്ടാവുള്ളവർക്ക് എന്നുള്ള ഫീലിങ്ങിലാണ്. അതുകൊണ്ടാണ് അവർ ഓടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ TV കണ്ട ഒരാളെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഒരാളെ ഡ്രഗ് മാഫിയയുടെ അറസ്റ്റ് ചെയ്ത് ആളെന്ന് വെച്ചാൽ പോലീസുകാരനെ തല്ലാൻ പോണ്. പോലീസുകാരനെ തല്ലണവൻ, അവനെ തല്ലെന്ന് വെച്ചാൽ അവൻ്റെ ഡ്രഗ് ഇറങ്ങുന്നത് വരെ അവൻ ദൈവം വന്നാലും തല്ലും. അവൻ ഡ്രഗ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വെറും ഇറച്ചി കഷ്ണമായിട്ട് മാറുകയും ചെയ്യും. ആ ഡ്രഗ് അങ്ങനെ മൂച്ചാണ്ട് തീർന്നു കഴിഞ്ഞാൽ ഇറച്ചി കഷ്ണമാകും പിന്നെ ആള്. അതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരോഗ്യവാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെസ് ഉള്ളവൻ ആരോഗ്യമില്ല, അതുകൊണ്ടും ഭയക്കും. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, അവൻ കല്ലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ കല്ലെടുത്തത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും രക്ഷപ്പെടാണ്ട് നിൽക്കുന്നത് പാർവതി. അവിടെ പാർവതിക്കാണ് തോന്നല് അവൻ എന്നെ എറിയുമായിരിക്കും, ഇനി അവൻ ഓടിക്കണോ, ഞാൻ എങ്ങോട്ട് ഓടും, ഏത് വഴിക്ക് ഓടും എന്നുള്ളതാണ്. നിങ്ങളെ സ്ട്രെസ്സാക്കാൻ വേണ്ടിയിട്ടല്ല അവൻ കല്ലെടുത്തത്, അവൻ രക്ഷപ്പെടാൻ വേണ്ടി കല്ലെടുത്താൽ. ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യത്തിൻ്റെ പരിരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും ഭയപ്പെടാതെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, എന്നെ നേർവഴിക്ക് നയിക്കാൻ, കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ള ചിന്ത പെർഫെക്റ്റ് ആവണം. അതിന് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ശരിയായിരിക്കണം.
ഇപ്പോൾ ഈ പ്രീ മാരിറ്റൽ വെൽനസ് പ്രോഗ്രാം പറഞ്ഞതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ഇപ്പോൾ ഡോക്ടറുടെ ഒരു കണ്ണിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൈഡ് ആണ് എന്ന് പറയേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരാൾ വിവാഹം ചെയ്യാൻ പോകണം. ആ വിവാഹം ചെയ്യാൻ പോണതായ വ്യക്തിയുടേതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് ആ വ്യക്തിയുടെ പോസ്ചർ കറക്ഷൻ. ഓക്കെ. ആ വ്യക്തിയുടെ പോസ്ചർ കറക്റ്റായിരിക്കണം. അത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഇന്ന് കേരളത്തിലാകെ ഞങ്ങളുടെ അടുത്ത് മാത്രമേ സംവിധാനമുള്ളൂ. ആ സംവിധാനത്തിൻ്റെ പേരാണ് ഗേറ്റ് മൂവ്മെൻറ്റ് അനാലിസിസ്, ഗേറ്റ് ലാബ് എന്ന് പറയും. ആ ഗേറ്റ് ലാബിലൂടെ നമ്മൾ ആ ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇയാളുടെ പോസ്ചർ കറക്റ്റ് ആണെന്നുള്ളവരും. പോസ്ചർ കറക്റ്റായിരിക്കണം, അതുപോലെ തന്നെ ബോഡി ബാലൻസിങ് കറക്റ്റായിരിക്കണം, അതുപോലെ തന്നെ ജോയിൻറ്റ് മസിൽ സ്ട്രെങ്തൻഡ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെ 80% ആൾ ഹെൽത്തിയായി. പിന്നത്തെ ഒരു കാര്യമാണ് അയാളുടെ ഫാറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ്, ഒബേസിറ്റി ഡിഗ്രി എങ്ങനെയാണ്, മെറ്റബോളിക് റേറ്റ് എങ്ങനെയാണ്, പ്രോട്ടീൻ ഇൻടേക്ക്, മിനറൽ ഇൻടേക്ക് എന്നുള്ളതായ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കിയിട്ട് ഒരു ബിഫോർ ആഫ്റ്റർ പോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം 100 ഔട്ട് ഓഫ് 100 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പേഴ്സണായി. ആ ആളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ചെയ്തു കഴിഞ്ഞാൽ സന്തുഷ്ട കുടുംബമായിട്ട് ജീവിക്കും. അതിലേതെങ്കിലും ഒരാൾക്ക് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് കൂടുതലായി പോകും. ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഡെലിവറി ഞാൻ മനസ്സിലാക്കുന്നത് ഗർഭധാരണം എന്ന് പറഞ്ഞത് ഒരു കണക്കൂട്ടലിലൂടെയല്ല. എങ്ങനെയോ ആൾ പ്രഗ്നൻ്റായിപ്പോയി, എന്നാൽ ശരി ഒരു കുട്ടി ഇരിക്കട്ടെ, അങ്ങനെയല്ല വേണ്ടത്. നമ്മളുടേതായ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ശരിയായ അനാലിറ്റിക്കൽ മെത്തേഡിൽ വേണം നമുക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ. അപ്പോഴാണ് ആ കുട്ടി ബ്രില്യൻ്റ് ആയിരിക്കുള്ളൂ. അല്ലാത്തതായ കുട്ടികൾ ബാധ്യതയായി മാറും. പ്രശ്നമല്ലേ? ഇന്നിപ്പോൾ കുട്ടികൾ ഗർഭിണിയാണോ എന്ന് അറിയണത് തന്നെ പ്രസവിച്ച് കഴിയുമ്പോഴാണ്. കാരണം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഗർഭിണിയായ സ്ത്രീകളുടെ വയറ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നു. ഇപ്പം അങ്ങനെ അറിയാനേ പറ്റില്ല. പ്രസവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവണം അയ്യോ ഈ കുട്ടി പ്രസവിച്ചോ എന്നുള്ള കാര്യം. ആ രീതിയിലേക്കാണ് അത് പോണത്. നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഗർഭിണിയാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സാണ്. ഇപ്പോൾ UK ഞാനിപ്പോൾ UK എന്നല്ല ഏത് രാജ്യത്താണെങ്കിലും ഒരു ഗർഭിണിയായ ആൾക്ക് ഡോക്ടറെ കാണേണ്ട കാര്യമല്ല. അവിടെ മിഡ് വൈഫിനെ കാണുന്നുള്ളൂ. ഞാൻ അങ്ങനെ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് വന്നിട്ട് ഞാൻ ഡോക്ടറെ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആ മിഡ് വൈഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാണ് ഡോക്ടറെ കാണണേ? ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. ഡോക്ടറെ കണ്ടിട്ട് എന്ത് കാണിക്കാനായിട്ട്? നമുക്ക് ശീലമല്ലല്ലോ അത്. അല്ല, അതായത് നമ്മുടെ ഇവിടെ അങ്ങനെയല്ലോ. പ്രഗ്നൻ്റ് ആവണേ അന്ന് മുതൽ ഡോക്ടറെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ ഓരോരോ കാൽസ്യം കുറവ്, ആ കുറവ്, ഈ കുറവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒട്ടും ആരോഗ്യമില്ലാത്തതായിരിക്കും. ഞാനത് ഡോക്ടർമാരെ കുറ്റം പറഞ്ഞതല്ല പറഞ്ഞത്. ഇതൊരു കഷ്ടമാണ് നമ്മുടെ അടുത്ത്. അതിന് മാറ്റം വരണം. ഡോക്ടർ നേരത്തെ പ്രിപ്പറേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഉള്ള കുടുംബക്കാരൊക്കെ പൈസ ഉണ്ടോ കുട്ടികളെ വളർത്താൻ, അതാണ് അവരുടെ പ്രിപ്പറേഷൻ. അതല്ലാതെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഒരു കപ്പിൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? അല്ലേ, പണം എന്നുള്ളത് ഉണ്ടാകുന്നതാണ്, കുട്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പണം ചിലർക്ക് ഉണ്ടായിന്ന് വരും, ചില പണം ഉണ്ടായില്ല എന്ന് വരും. ഈ പണത്തിന് പണ്ട് കാലത്ത് ചക്രം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് കറങ്ങിപ്പോണ സാധനം. ഇത് ചിലർ സമയം നന്നാവുമ്പോൾ പണം തന്നെ വരും, സമയം മോശമാകുമ്പോൾ കറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകും. പണം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പണം ഉണ്ടാകണമെങ്കിൽ സമയം നന്നാകുമ്പോൾ തന്നെ പണം ഉണ്ടാവും. ഒരു സമയം നന്നാവണ അയാൾ എലിപ്പാഷാണ് വിറ്റിട്ടായാലും കാശുണ്ടാക്കും. സമയം മോശം അയാൾ സ്വർണം വിറ്റാലും കാശുണ്ടാവില്ല. സമയം മോശമായി പോയി. അപ്പോൾ പണം എന്നുള്ളത് ലക്ഷ്യബോധത്തിലുള്ളതായ ഒരു കാര്യമായിരിക്കരുത്. പണം എന്നുള്ളത് അധ്വാനത്തിൻ്റെ വിഹിതമാണെന്ന് മനസ്സിലാക്കുക. അധ്വാനിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ പറ്റത്തുള്ളൂ, അത് നിലനിർത്തിയാലേ പറ്റത്തുള്ളൂ. ഈ ആരോഗ്യമുള്ള വ്യക്തിക്ക് പണം കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ആരോഗ്യമില്ലാത്ത വ്യക്തിക്ക് പണം കിട്ടിയിട്ട് എന്താ കാര്യം? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയില്ലേ, വൈകിപ്പോയല്ലോ, അങ്ങനെ ഒരു വൈകിപ്പോക്കുണ്ടോ ശരിക്കും? ഒരിക്കലുമില്ല. ആരോഗ്യം എന്ന് പറയുന്നതായ സംഗതിക്ക് വൈകിട്ടുമില്ല, അടുത്തിട്ടുമില്ല. ആരോഗ്യം എന്നുള്ളത് നിങ്ങൾ എങ്ങനെ നിലനിർത്തുന്നു അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. എന്നാൽ ഈ ലൈഫ് അവസാന ശ്വാസം, ആ എനർജി നമ്മളെ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ ആർക്കും കണക്കൂട്ടാൻ പറ്റില്ല. ജനിച്ച കുട്ടികൾ വരെ മരിച്ചു പോകുന്നു. അപ്പോൾ മരണത്തിനെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ആർക്കും ഇതുവരെ പറ്റിയതായിട്ട് എൻ്റെ അറിവിലില്ല. അറിവിലുണ്ടെങ്കിൽ ആ കാര്യത്തെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. എൻ്റെ അറിവിൽ അങ്ങനെ മരണത്തിനെ മുൻകൂട്ടി കാണാൻ പറ്റില്ല. മരണം എന്നുള്ളത് മരിക്കുന്നത് വരെ ആരോഗ്യവാനായിട്ട് ഇരിക്കുക എന്നുള്ളത് നല്ലൊരു ലക്ഷണമാണ്. ആരോഗ്യവാനായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംരക്ഷിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം.
ഇപ്പം നമ്മുടെ ഈ ഒരു ടോക്ക് ഇഷ്ടംപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടർക്ക് അവരുടെ അടുത്തൊരു ഹെൽത്ത് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാൻ തീർച്ചയായിട്ടും വിവാഹം എന്നുള്ളത് ഒരു കണക്കുകൂട്ടലിലൂടെ വേണം വിവാഹം ചെയ്യാനായിട്ട്. എല്ലാവരെയും വിവാഹം ചെയ്യാനും എപ്പോഴും വിവാഹം ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ വിവാഹത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു മേഖല അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് അടുത്തൊരു 15 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 20 കൊല്ലത്തേക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ലാത്തൊരു ജീവിതമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ മെയിൻറ്റെയിൻ എ ഗുഡ് ഫാമിലി വിത്ത് എ ഹാപ്പി ലൈഫ്. ഒരു ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടായിരിക്കണം, ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. നേരം പോക്കിന് വേണ്ടി വിവാഹം ചെയ്യരുത്. അതിന് ലിവിങ് ടുഗദർ തന്നെ ഏറ്റവും നല്ലത്. അത് നേരം പോക്കിനാണത്. നമ്മൾ വിവാഹത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കണക്കുകൂട്ടി തന്നെ പോകണം. അവിടെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം. അവിടെ നമ്മൾ ആരോഗ്യമുള്ള വ്യക്തിയോട് വേണം ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവാൻ. എങ്കിലാണ് സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി നിർത്തേണ്ട ഒരു ശീലം എന്ന് പറയുമ്പോൾ അതേതായിരിക്കും? കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നിർത്തേണ്ട ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭർത്താവിന് ഇഷ്ടമല്ലാത്തതൊക്കെ നിർത്തിക്കളയാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശീലങ്ങളും മറ്റും അതൊക്കെ സ്പെസിഫിക്കാണ്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളായിരിക്കാം. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഇത് ഇങ്ങനെയൊക്കെയുള്ള ആ ശീലങ്ങളൊക്കെ നമ്മൾ നിർത്തണമെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ശരിയായിരിക്കണം. എങ്കിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതായാലും പ്രീ മാരിറ്റൽ വെൽനസ് തന്നെയാണ്. ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണെന്ന് നമ്മൾ സയൻറ്റിഫിക്കലി ഉറപ്പുവരുത്തുക. അതാണ് അതിൽ വേണ്ടത്. അതല്ലാതെ മറ്റു തരത്തിലുള്ള ഉപദേശങ്ങളൊന്നും എനിക്ക് മക്കളുള്ളതാണ്, ഞാൻ പറഞ്ഞാലും അവർ കേൾക്കാൻ പോണില്ല. അവര് നമ്മൾ ഉപദേശിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനത്തെ ഉപദേശത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവ സ്ത്രീകൾ വെച്ച് നോക്കുമ്പം എന്താണെങ്കിൽ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് അവർ ചെയ്തിരിക്കണം എന്ന് പറയുന്നത്, അത് എങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെക്കപ്പ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൽവിക് മസിലിൻ്റെ സ്ട്രെങ്ത് നോക്കുന്നത്. പെൽവിക് സ്ട്രെങ്തനിങ്ങും അതിൻ്റെ സ്ട്രെങ്ത്തും വിസ്റൽ ഫാറ്റിൻ്റെ കപ്പാസിറ്റിയും മെറ്റബോളിക് റേറ്റിൻ്റെ മെത്തേഡ് അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒബേസിറ്റി ഒക്കെ നോക്കാൻ പറ്റും. ഇപ്പം ജനറൽ എല്ലാ മനുഷ്യന്മാരും വെച്ച് നോക്കുമ്പം ഇപ്പം നമ്മുടെ ഹെൽത്തിൽ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്തായിരിക്കും? നമ്മുടെ ഹെൽത്തിൽ തന്നെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന തരത്തിലല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഫോളോൻ ഇൻ ടു ഡിസീസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണത്. ആ ലൈഫ് സ്റ്റൈൽ ഓരോ സ്ഥലത്തിലുള്ള ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്. അതിൽ ഏറ്റവും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അത് സ്ട്രെസ് റിലേറ്റഡ് ആണോ, അപ്പോൾ നമ്മൾ 2 വർഷം കൂടുമ്പോൾ ഒരു 10 ദിവസമെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെച്ച് അത് നമ്മൾ ആ പോരായ്മകൾ തീർത്തുകൊണ്ടിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇപ്പോൾ എല്ലാവരും ഈ IT-ലും കമ്പനീസിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഫുൾ ടൈം ഇരുന്നുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ കോർപ്പറേറ്റും കമ്പനീസൊക്കെ അവരുടെ എംപ്ലോയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് എപ്പോഴും അവർ ചെക്ക് ചെയ്യാറുണ്ട്. അതേപോലെ എംപ്ലോയേഴ്സിൻ്റെ ഒരു വെൽനെസ് ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ IT സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും ജോലി ചെയ്യുന്നതായ ആൾക്കാർ വളരെയധികം ആരോഗ്യ വിഷയമുള്ളവരാണ്. യങ് ജനറേഷൻ പ്രത്യേകിച്ചും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജോലിയാണ്. അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനെ തൃപ്തിപ്പെടുത്തുന്ന ജോലിയാണ് അവിടെ. അല്ലെങ്കിൽ ശമ്പളം കിട്ടില്ല, അല്ലെങ്കിൽ പെർഫോമൻസിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ അവർ ചത്തു പണിയെടുക്കുക എന്നാണ് അതിന് ഇവിടെ ആൾക്കാർ മലയാളത്തിൽ പറഞ്ഞത്. ഇവിടെ ഈ ചത്തു പണിയെടുത്തിട്ട് കാര്യമില്ല, ചത്തു പോയിലുള്ള ഇവിടെ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സെക്ടർ ഏറ്റവും കൂടുതൽ ഇനിയുള്ള കാലം ചിന്തിക്കേണ്ടതായൊരു വലിയ ഒരു കാര്യമാണ് കോർപ്പറേറ്റ് വെൽനസ്. ഞങ്ങൾ സഞ്ജീവനിയിൽ കോർപ്പറേറ്റ് വെൽനസ്സിന് ഒരു വിഭാഗം തന്നെയുണ്ട്. ആ വിഭാഗത്തിൽ അവിടെ ജോലി ചെയ്യാനുള്ള സൗകര്യം പൂർണ്ണമായിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം എന്നുള്ള കണ്ടീഷനിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോഗ്യം സംരക്ഷിച്ചും എല്ലാ കോർപ്പറേറ്റുകളും വർഷത്തിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു 10 ദിവസം ഒരു വെൽനസ് ഹോളിഡേയ്സ് എന്നുള്ള കണ്ടീഷനിൽ അവർ ജോലി ചെയ്തുകൊണ്ട് അവർ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്ന ഒരു മാർഗ്ഗത്തിലേക്ക് തിരിയണം എന്നാണ് ഞങ്ങൾ പല കമ്പനികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മസ്റ്റാണത്. അത് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. സിറ്റിംഗ് ഇസ് ന്യൂ സ്മോക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കുന്നത് തന്നെ ശരിക്കും ഒരു വില്ലൻ തന്നെയാണ്. സംശയമില്ല. അത് അങ്ങനെ പണിയെടുക്കാണ്ടും പറ്റത്തില്ല. നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ റോട്ടിലൂടെ വരണവൻ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കല്ലെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നതുപോലെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യണതായ വ്യക്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ഡെയിലി മാറ്റിവെച്ച് 2 വർഷം കൂടുമ്പോൾ ഒരു 15 ദിവസത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് വലിയൊരു കാര്യമാണ്. അതെ. ഇപ്പം സഞ്ജീവനി ലൈഫ് കെയറിൽ കുറേ പേഷ്യൻസ് ഡോക്ടർ കണ്ടിട്ടുണ്ടാവും. അപ്പം ആരുടെങ്കിലും ഒരു ചേഞ്ച്, അതായത് ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ചേഞ്ച് കണ്ടിട്ട് ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ സ്റ്റോറി പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ
ഒരുപാട് തരത്തിലുള്ളതായ ആനന്ദം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ആ ലൈഫിൽ ആ ആനന്ദമൊന്നും ആനന്ദമല്ല എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പെൺകുട്ടി, 35 വയസ്സുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആ മെൻസ്ട്രൽ പെയിൻ മൂലമുള്ളതായ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് അവരുടെ അമ്മ പറഞ്ഞ് ഇവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയായിരുന്നു. ഈ കുട്ടിക്ക് ഇതൊരു ശീലമായതുകൊണ്ട് വലിയ വർത്തമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുട്ടി മെൻ്റലി ടോട്ടലി ഡിസോർഡറിലായിരുന്നു. IT സെക്ടറിലാണ് ആ കുട്ടി വർക്ക് ചെയ്യണത്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് 28 ഡേയ്സ് നിന്ന് ആ പെയിൻ ആ കുട്ടിക്ക് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പോകുന്ന സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ചതായ ആ കെട്ടിപ്പിടുത്തത്തിലുള്ളതായ സന്തോഷം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തായി. അങ്ങനെ ഒന്നല്ല, അനേകം കേസുകൾ. അതായത് സഞ്ജീവനിയിൽ വന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ ചിരിക്കുന്ന മുഖത്തോടു കൂട്ടുള്ളതായ പോക്ക് കാണുമ്പോൾ ആ കാണുന്ന അവരുടെ ചിരിയിൽ ഞാൻ വളരെയധികം ഇതുവരെ ഞാൻ നേടിയതായ ഇതുവരെ ഞാൻ അനുഭവിച്ചതായ സന്തോഷത്തിൻ്റെ 10 ഇരട്ടി സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ട്, വളരെ വളരെ കേസുകൾ. ഇപ്പോൾ ചെറിയ കുട്ടികൾ അങ്ങനെയൊക്കെ വരാറുണ്ടോ? പിന്നെ അതായത് സൈക്കാട്രി ഇഷ്യൂസ് ഉള്ളതായ ഏത് തരത്തിലുള്ള കുട്ടിയും, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ പെട്ടതായ കുട്ടിയും, ഇപ്പോൾ അതിനേക്കാൾ പ്രധാനമാണ് സോറിയാസിസ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൽ എത്ര ഭീകരമായത് ഞങ്ങൾ ചികിത്സിച്ച് ഭേദാക്കുന്നുണ്ട്. എത്ര ഭീകരമായതും ഞങ്ങൾ അവിടെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സോറിയാസിസ് എന്ന് പറഞ്ഞതായ രോഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിൽ അതൊരു മാരക രോഗമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലരുടെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി തളർന്നു പോകുന്ന പെൺകുട്ടികൾ വരെയുണ്ട് ഈ രോഗം മൂലം. അപ്പോൾ ആ രോഗം മൂലം തളർന്നു പോകുന്നതായ പെൺകുട്ടികൾക്ക് ആ രോഗത്തിന് ഭേദമായിട്ട് അവരുടെ മുഖത്ത് കാണുമ്പോൾ സന്തോഷം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം. തീർച്ചയായിട്ടും സോറിയാസിസിനൊന്നും സഞ്ജീവനിക്ക് അപ്പുറം ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം നമ്മൾ പലതരത്തിലൊക്കെ മരുന്നുകളെ പറ്റി പറയുന്നുള്ളൂ. സഞ്ജീവനി ഈസ് ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി സിസ്റ്റമാറ്റിക് വേ. സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, അത് നമ്മളുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അവിടെ ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഭേദപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ, ഗ്യാരണ്ടി ആയിട്ട്. അതുകൂടെ ഞാൻ പറയുകയാണ്, ഗ്യാരണ്ടി ട്രീറ്റ്മെൻറ്റാണ് അതിന്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് മാറ്റി കൊടുക്കും. ഞങ്ങൾ എടുത്തത് ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദമാക്കി കൊടുക്കും. അതെ. ഇപ്പോൾ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിലെ ഒരു നോർമൽ ഡേ എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? ഒരാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 o'clock ട്രീറ്റ്മെൻറ്റ് വിൽ സ്റ്റാർട്ട്. 7 o'clock ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 PM ഡിന്നറോട് കൂടിയിട്ട് നിർത്താണ് അവിടെ. അപ്പോൾ 7 to 7 എന്നുള്ളതായ ഈ 12 മണിക്കൂർ, ഈ 12 മണിക്കൂറിൽ നമ്മൾ ഏകദേശം 6 മണിക്കൂർ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അത്രയും തന്നെ സമയം റെസ്റ്റുമായിരിക്കും. ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശിരോധാര ഉണ്ടെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ആയിരിക്കും. പിന്നെ അടുത്ത 1 മണിക്കൂറുള്ളതായി അടുത്ത വേറെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, അപ്പോഴും 1 മണിക്കൂർ റെസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സപ്ലിമെൻ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ന്യൂട്രി സ്നാക്ക് കൊടുത്തിട്ടാണെങ്കിലും ആരോഗ്യത്തിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പുഷ്ടിപ്പെടുത്തി അത് ബിഫോർ ആഫ്റ്റർ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ എക്യുപ്മെൻറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് ആ ഇമ്പ്രൂവ്മെൻറ്റ് സയൻറ്റിഫിക്കലി പ്രൂവണായ റെക്കോർഡായിരിക്കും. അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഡോക്ടറെ അടുത്ത് വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഉത്തരം എന്തായിരിക്കും? ഡിസോർഡറുള്ള ആൾക്കാരെ ഓർഡറിലാക്കുക. അപ്പോൾ ദെൻ അവരുടെ ഹാപ്പിനെസ് ഐ വിൽ ബി എൻജോയിങ് വിത്ത് എ പാർട്ട് ഓഫ് ദെയർ ഹാപ്പിനെസ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതെ. അപ്പോൾ ശരിക്കും ഇപ്പം ഒരു സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് ഓപ്പൺ ടു, ഇപ്പം എന്താ പറയുക, എല്ലാം ഞാൻ വന്ന് കാണുകയും ചെയ്തു. അത്രയും മെഷീൻസ് പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന മെഷീൻസ് ഉണ്ട്, വേറെ ഹോസ്പിറ്റൽസ് ഒന്നും നമ്മൾ കാണാത്ത മെഷീൻസ് വരെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു ശരിക്കും ലൈഫ് കെയർ വില്ലേജ് തന്നെ പറയാം. അത്രയും സ്പേസും നമുക്ക് അങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു അന്തരീക്ഷമല്ല, നമുക്കൊരു ഹോസ്പിറ്റൽ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, വീട്ടിലിരിക്കുന്ന പോലെ തന്നെ തോന്നുന്ന, അല്ലെങ്കിൽ അതുക്കും മേലെ എന്ന് പറയുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു. അപ്പോൾ ശരിക്കും ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പം ഡോക്ടർ അത് തിരിഞ്ഞ് ഡോക്ടർ ഉണ്ടാക്കിയ ലൈഫ് കെയർ വില്ലേജ് ഒക്കെ കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? അല്ല, അതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞത് ഈ യങ് ജനറേഷനിൽ ഈ ഡ്രഗിനോടുള്ളതായ ആർത്തി ഉണ്ടല്ലോ, അതിനെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗവൺമെൻറ്റൊക്കെ പലതരത്തിലുള്ളതായ ബാൻ വരുന്നുണ്ട്, പിടിക്കാൻ പോകുന്നുണ്ട്. അതൊന്നും വിജയിക്കില്ല. ഇതെന്ന് നിരോധനം മൂലം ഒരു തരത്തിലുള്ളതായ ഹാബിറ്റുകളും ലോകത്തിൽ വിജയിച്ചിട്ടില്ല. അത് നമ്മുടെ അടുത്തൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള വ്യഗ്രത കൂടുതലായിരിക്കും നമുക്കവിടെ. ഇപ്പോൾ നമ്മൾ സിഗരറ്റ് നിരോധിച്ചായിരുന്നു, ഒരു പരിധി വരെ സിഗരറ്റ് ആൾക്കാർ വലിക്കുന്നില്ല. നമ്മളിപ്പോൾ ഞാൻ കാണാറില്ല അവിടെ. ആ സിഗരറ്റ് 30 പൈസയുടേതായ സിഗരറ്റ്, ഇപ്പോഴത്തെ മാനുഫാക്ചറിങ് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 30 പൈസ കൂടുതൽ സിഗരറ്റിന് വേണ്ട. ആ സിഗരറ്റ് ഇന്ന് 25 രൂപയായി. അപ്പോൾ എന്ത് പറ്റി? വലിക്കുന്നവൻ നിർത്തിയിട്ടില്ല,
പേടിച്ചവനെ നിർത്തിയിട്ടുള്ളൂ. എന്നതുപോലെ ഡ്രഗിനെ സംബന്ധിച്ചോളം ഇപ്പോൾ 50 രൂപയുള്ളതായ കഞ്ചാവ് ഇനിയിപ്പോൾ 500 രൂപയാവും. ഈ 500 രൂപ കിട്ടാണ്ട് വരുമ്പോൾ അവൻ്റെ അമ്മയെ കൊല്ലും. അവന് വലിയ നിർത്താൻ പറ്റില്ല. അവന് കഞ്ചാവിൻ്റെ ഉപയോഗം നിർത്താൻ പറ്റില്ല, ഡ്രഗിൻ്റെ ഉപയോഗം നിർത്താൻ പറ്റില്ല. കാരണം നേരത്തെ ആയിരുന്നുകൊണ്ട് 100 രൂപ കിട്ടിയിരുന്നതാണ്. MDMA 100 രൂപ കിട്ടുകയാണ്, ഇപ്പോൾ 1000 രൂപയായി കാണും. കാരണം അത്ര റിസ്ക്കിലാണ് കൊടുക്കുന്നത്. ഞാൻ ഇത് ഈ നിരോധനം അതിൻ്റെ ഒരു മാർഗമല്ല. നിരോധനത്തിലൂടെ ഒരു തരത്തിലുള്ളതായ പോരായ്മകളും ലോകത്തിൽ വിജയിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. നിരോധിക്കുന്നതിനോടൊപ്പം അവിടെ ഒരു പരിവർത്തനം കൂടെ വേണം. അവിടെ ഒരു ഹെൽത്ത് സയൻസും കൂടെ നടപ്പിലാവണം. കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെയും അങ്ങനത്തെ ഒരു ആർത്തിയുണ്ട് എന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചീത്തയായ മാർഗമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം. അവൻ്റെ ഡെയിലി ലൈഫിലൂടെ അവന് ഈ കഞ്ചാവിൽ നിന്ന് കിട്ടുന്ന സുഖത്തിനേക്കാൾ കൂടുതൽ അവൻ്റെ ഡെയിലി ലൈഫിൽ കിട്ടണം. ആ സുഖത്തിനെ നമ്മൾ തേടിക്കൊടുക്കണം. അവൻ്റെ ആരോഗ്യം പരിപൂർണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ആർക്കും ഡ്രഗിൻ്റെ പിന്നാലെ പോകാൻ പറ്റത്തില്ല. സുഖം ഇല്ലാത്ത ആൾക്ക് മാത്രമേ സുഖം തേടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സുഖം തന്നെ വേണം അവിടെ. അപ്പോൾ കുട്ടികളുടെ ഞാൻ പലപ്പോഴും പല സ്കൂളുകളുടെയും കോളേജുകളിലൊക്കെ പ്രിൻസിപ്പൽമാരോട് ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും അങ്ങനെ കുഴപ്പമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കും, ഞങ്ങളത് ശരിയാക്കി കൊടുക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം പേരൻസിന് അങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമില്ല. എന്താ കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്ക് വിഷമമുണ്ടെന്ന് ആരും അറിയരുതല്ലോ. പക്ഷേ നമ്മൾ ആരും അറിയാണ്ടിരുമ്പോൾ കുട്ടി മോശമാവാണ്. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളതായ കുട്ടികളാണ് എങ്കിൽ അവരുടെ ആരോഗ്യത്തിനെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ നേരെയാക്കി വെച്ചാൽ അവർ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴേ മുതൽ കുട്ടികൾ ഡ്രഗിൻ്റെ പിന്നാലെ പോയി തുടങ്ങിപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴെങ്കിലും ആ വെക്കേഷൻ സമയത്താണെങ്കിലും സഞ്ജീവനിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കറക്റ്റ് ചെയ്യും. അവിടെ എന്ന് വെച്ചാൽ ആശുപത്രിയുടെ അന്തരീക്ഷമില്ല. അവിടെ ഞങ്ങൾ മരുന്ന് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അവിടെ ആ പയ്യനെ ആരോഗ്യത്തിനെ സംരക്ഷിക്കപ്പെടാണ് ചെയ്യണത്. അതെനിക്ക് വളരെ അഭ്യർത്ഥനയാണ്. അതായത് കുട്ടികളുടേതായ 10ാം ക്ലാസ് മുതലുള്ളതായ കുട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ളതായ അഡിക്ഷനോ അങ്ങനെ ഹോബിയോ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം കൊണ്ടുവന്നുകൊണ്ട് അവരെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുക, അവന് സന്തോഷം കൊടുക്കുക. അവനൊരിക്കലും ഡ്രഗ് അന്വേഷിച്ച് പോകത്തില്ല. ഇപ്പോൾ ഏത് തരത്തിലുള്ള അസുഖമാണെങ്കിലും മനസ്സിൻ്റെ ശക്തി എന്ന് പറയുമല്ലോ, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഈസ് ദ മെയിൻ തിങ്. മെൻ്റൽ ഹെൽത്ത് എന്നാണ് മനസ്സിൻ്റെ ശക്തി എന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്ത് നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ പാർവതി ഒരു തരത്തിലുള്ളതായ ആരോഗ്യവും 80% വരത്തില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വീക്കാവുമ്പോൾ ഇല്ലാത്ത രോഗങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്തും. ഫിസിക്കൽ ഹെൽത്ത് മോശമാണെങ്കിൽ കൂടുതൽ സങ്കീർണമാകും. അത് നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിച്ച് തന്നെ കൊണ്ടുകൊടുക്കണം. ഇപ്പോൾ പാർവതി ഒരു കല്യാണത്തിന് പോവാണ്, അതിനുവേണ്ടി നിങ്ങൾ ഡ്രസ്സ് മേടിക്കും, അല്ലെങ്കിൽ ആ ഡ്രസ്സ് പോരാന്നുണ്ടെങ്കിൽ വേറെ ഡ്രസ്സ് മേടിക്കും. ഏതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ മേക്ക് യുവർ സെൽഫ് ഹാപ്പി, ദെൻ ഓൺലി യു വിൽ ബി അറ്റൻഡിങ് ദാറ്റ് മാരേജ്. എന്നതുപോലെ ആരോഗ്യവും നോക്കണം നമ്മൾ. ഈ ആരോഗ്യവും കൂടെ നോക്കിയാലാണ് നമുക്കൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈഫ് കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം. ഡ്രസ്സ് എന്നുള്ളത് പുറമേ ഉള്ളതാണ്, അകത്തുള്ളതാണ് ആരോഗ്യം. ഈ അകത്തുള്ള ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത് നിർബന്ധമാക്കണം. ആ സാരി സെലക്ട് ചെയ്യണത് പോലെ തന്നെയാണ് ആരോഗ്യത്തിൻ്റെ ആവശ്യങ്ങളും സെലക്ട് ചെയ്തേക്കുന്നത്. അത് മസ്റ്റായിട്ടും വേണ്ടതാണത്. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിന് കുറേ ആളുകളുടെ ലൈഫ് ഇതേപോലെ സംരക്ഷിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ്. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും ഒരു പ്രത്യേക വീക്ഷണത്തിൻ്റെ അവകാശമാണെന്നുള്ള തരത്തിൽ ആരോഗ്യ സംരക്ഷണം മരുന്നുകളിലൂടെ അല്ല, ആരോഗ്യ സംരക്ഷണത്തിലൂടെയാണ്. അത് സംരക്ഷിക്കുന്ന മെത്തേഡ് മരുന്നുകളിലൂടെ ആവരുത്. നമ്മൾ നമ്മുടേതായ ആരോഗ്യത്തിനെ തിരിച്ചറിയുക, എന്നിട്ട് അതിനെ സംരക്ഷിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ശതമാനം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ആരോഗ്യമുള്ള വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഏത് രാജ്യവും സമ്പന്നതയുടെ ഉച്ചകോടിയിലായിരിക്കും. ആരോഗ്യമില്ലാത്ത ജനങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് രാജ്യവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരിക്കും. ലോകം കണ്ടേക്കുന്നത് അങ്ങനെയാണ് അവിടെ. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ ജനതയായിരിക്കണം, ആരോഗ്യമുള്ള ജനതയായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇത്തരം സെൻറ്ററുകളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റുകളും കുറേ പ്രൊസീജിയേഴ്സ് സ്കീം പലതരത്തിൽ പുതിയ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏത് മേഖലയിലാണ് ഏറ്റവും ഒരു സക്സസ് കണ്ടിരിക്കുന്നത്? ഏത് മേഖലയാണ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളതായ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പാർക്കിൻസൺസ്. ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 50 വയസ്സിന് താഴെയുള്ളവർക്കും പാർക്കിൻസൺസ് ഉണ്ടാവണം. ഈ പാർക്കിൻസൺസ്, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഈ സ്ട്രോക്ക്, പാർക്കിൻസൺസ്, ഒബേസിറ്റി, ദെൻ അങ്ങനെയുള്ളതായ കുറേ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് നാട്ടിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളതായ കേസുകളിൽ 80% സക്സസ് റേഞ്ച് വരുന്നുണ്ട്.
പക്ഷേ അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതായ ആൾക്കാരൊക്കെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് അവരുടെ ബോഡി ടോട്ടലി വീക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു പാർക്കിൻസൺ പേഷ്യൻ്റ് വന്നായിരുന്നു. അദ്ദേഹം പേസ് മേക്കറൊക്കെ ഫിറ്റ് ചെയ്ത ഒരാളാണ് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പേസ് മേക്കർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പാർക്കിൻസൺസിനേക്കാൾ ഉപരി ഇപ്പോൾ എനിക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഈ കോമ്പിനേഷൻ തെറാപ്പികളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു മൂവ്മെൻ്റ് ആക്കി തരാൻ പറ്റുമെന്ന് വെച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഏകദേശം അദ്ദേഹം 1.5 മാസം കിടന്നു. ആ 1.5 മാസം കിടന്ന് ഞങ്ങളുടെ ഈ TMS ഡീപ്പ് TMS എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. മറ്റുള്ളതായ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങും ആയുർവേദിക് തെറാപ്പിയും ഹൈഡ്രോ തെറാപ്പിയും ഐസോകൈനറ്റിക്കും ഇതെല്ലാം കൂടെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു 45% വരെ 40% കൂടുതൽ ഒരു മൂവ്മെൻറ്റ് കറക്റ്റാക്കി വിറ്റു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ വെച്ചാൽ ഇപ്പം പാർക്കിൻസൺസ് രോഗമുള്ള ആൾക്കാണ് സിൻഡോപ്പ എന്ന് പറഞ്ഞതായ ഒരു ഡ്രഗാണ് അതിനുള്ളിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ആ സിൻഡോപ്പ എന്ന് പറഞ്ഞ ഡ്രഗിന് 6 മണിക്കൂർ അതിന് പ്രവർത്തനശേഷിയുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിൽ 4 എണ്ണം വരെ കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അതിനെ തുറന്നിട്ടുള്ള വേറെ ഡ്രഗുകൾ കൊടുക്കും. അപ്പോൾ സിൻഡോപ്പ എന്ന് പറഞ്ഞത് അത് ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് കുറേയധികം ട്രെമർ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്, ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റ് തന്നെയാണ്. അത് ലോകം അംഗീകരിക്കപ്പെട്ടത് തന്നെയാണ് അവിടെ. പക്ഷേ സഞ്ജീവനിയിൽ നമ്മളത് വന്നു കഴിഞ്ഞാൽ ഡീപ്പ് TMS കൊടുത്ത് ഈ 6 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 4 ഗുളിക എന്നുള്ളത് 2 ഗുളിക വരെ ആക്കിയ കേസുണ്ട്. മനസ്സിലല്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണതായ കേസുകളൊക്കെ അക്യൂട്ടായി കഴിയുമ്പോഴേ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ. ബിഗിനിങ് സ്റ്റേജിലുള്ളത് പാർക്കിൻസൺ കേസാണെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത് വരുന്നതൊക്കെ നല്ലൊരു ശതമാനം എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ പാർക്കിൻസൺസിനുള്ള ആൾക്കാർക്ക് നല്ല സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റാണ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ബിഗിനിങ് സ്റ്റേജ്. രണ്ടാമത് സ്ട്രോക്ക് വന്ന ആളെ ഇമ്മീഡിയറ്റ്ലി ആണ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. അതായത് സ്ട്രോക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം വിസറൽ ഫാറ്റിൻ്റെ ഇൻക്രീസാണ്. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞ ഫാറ്റാണ് സ്ട്രോക്കിന് പ്രധാനപ്പെട്ടതായ ഒരു കാരണമായിട്ട് മെഡിക്കൽ സയൻസ് പറഞ്ഞത്. അപ്പോൾ ആ വിസറൽ ഫാറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ കാണത്തുള്ളൂ. വേറെ സ്ഥലത്ത് മരുന്നുകൾ കൊണ്ട് സപ്രസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ സ്ട്രോക്കിനുള്ളതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടിസം. ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ളതായ ASD ഉള്ളതായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരംഭത്തിലാണെങ്കിൽ ഒരു 12 വയസ്സൊക്കെ അല്ലെങ്കിൽ ഒരു 10 വയസ്സിലാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ അടുത്തുള്ളതുപോലത്തുള്ളതായ അതിൻ്റെ ഡിസോർഡറിനെ ഓർഡറിലാക്കാൻ പറ്റുന്ന സംവിധാനം വേറെ കാണത്തില്ല. അപ്പോൾ ഓട്ടിസം ഉള്ളതാണെങ്കിൽ സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ ഉള്ളതാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% നമുക്ക് ഭേദമാക്കി എടുക്കാൻ പറ്റുന്നതാണ് അവിടെ. അതായത് അതൊക്കെ ഓട്ടോ ഇമ്മ്യൂണി പെട്ടതാണ് അവിടെ. അതിൻ്റെയൊക്കെ റിസൾട്ട് ഈസ് വണ്ടർഫുൾ ആയിരിക്കും. അത് ഞങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മന്ത്രവാദമൊന്നുമില്ല, മാജിക്കും ഇല്ല, അപ്ലൈഡ് സയൻസ് മാത്രമേ ഉള്ളൂ. ആ സയൻസിൻ്റെതായ കോമ്പിനേഷൻ മെത്തേഡിൽ, ഹോളിസ്റ്റിക് മെത്തേഡിലാണ് നമ്മൾ ചെയ്യണത്. അതൊരു വലിയ പ്രത്യേകതയാണ് ഞങ്ങളുടെ. അത് ശരിക്കും സഞ്ജീവനി ലൈഫ് കെയർ മാറി വേറിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നതിൻ്റെ റീസണും ഇത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യണത് ബോഡി കോമ്പോസിഷൻ അനാലിസിസ് മുതൽ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് നടത്തും. ഗേറ്റ് പാറ്റേൺ നടത്താനായിട്ട് ഗേറ്റ് ലാബ് ഉണ്ട്. ജോയിൻറ്റ് മസിൽസിൻ്റെ സ്ട്രെങ്ത് നോക്കാനായിട്ട് ഐസോകൈനറ്റിക്സ് ഉണ്ട്. ഈ 3 എക്യുപ്മെൻറ്റ്സിലും 3 ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഇത് അനാലിസിസ് കൃത്യമായിട്ട് നടത്തും. അതിൻ്റെ ഉള്ളിൽ ബോഡി കോമ്പോസിഷൻ ഞങ്ങൾ ബിഫോർ ആഫ്റ്റർ നോക്കും, ഗേറ്റ് പാറ്റേൺ ബിഫോർ ആഫ്റ്റർ നോക്കും, ഐസോകൈനറ്റിക്കും ബിഫോർ ആഫ്റ്റർ നോക്കും. ഈ റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓതൻറ്റിക് റിപ്പോർട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റേഡിയോളജിസ്റ്റിൻ്റെ പ്രിസംഷനൊന്നും അവിടെ ഇല്ല. നമുക്കത് മെഷീൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും, അത് നമുക്കത് അറിയാൻ പറ്റും. മറിച്ച് ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ നമ്മൾ ഡീപ്പ് TMS ചെയ്യും, ഐസോകൈനറ്റിക് ചെയ്യും, ദെൻ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യും. അതിൽ ഞങ്ങൾക്ക് കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യും. അതല്ലാതെ വേരിയസ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്നതായ എക്യുപ്മെൻസിൻ്റെ ഒരു ശൃംഖല തന്നെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഏത് അവയവത്തിനാണോ നമ്മൾ സ്റ്റിമുലേഷൻ വേണ്ടത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അതിൻ്റെ കറക്റ്റായിട്ടുള്ളതായ എക്യുപ്മെൻസ് നമ്മുടെ അടുത്തുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ ഇൻഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ദെൻ കോമ്പിനേഷൻ തെറാപ്പി ഉണ്ട്, ഷോക്ക് വേവ് തെറാപ്പി ഉണ്ട്, ദെൻ ഡീപ്പ് ഹീറ്റ് തെറാപ്പി ഉണ്ട്, ഫാറ്റ് ബേണിംഗ് ഉണ്ട്, സ്കിൻ ടൈറ്റനിങ് ഉണ്ട്, ദെൻ പെൽവിക് സ്ട്രെങ്തനിങ് ഉണ്ട്. ഇത്രയും മൾട്ടിപ്പിൾ മെത്തേഡിൽ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരുവിധം ഡിസോർഡറുകളൊക്കെ ഓർഡറായി വരും. അതാണ് എപ്പോഴും നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജീവനിയിലോട്ട് വരാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും വേണം. 2 ആഴ്ച തൊട്ട് 3 മാസം വരെയുള്ളതായ ഡ്യൂറേഷനിലാണെങ്കിൽ
3 മാസത്തെ ഡ്യൂറേഷനിൽ ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് നോർമൽ പേസിലാക്കാൻ പറ്റും, ഗ്യാരണ്ടി ആയിട്ട് പറ്റും. പക്ഷേ എന്ത് പറ്റും, നമ്മുടെ അടുത്ത് വരുന്ന ആൾ ഒന്ന് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകണം. നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി സമയം കളയാൻ പ്ലാൻ ഇല്ല, അപ്പോഴത്തേക്കും കാശ് ഉണ്ടാക്കാനുള്ള ചിന്താഗതിയാണത്. അത് തെറ്റാണത്. അതിനൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ രീതി തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇപ്പോൾ റെഡി ആവണം, പക്ഷേ എവിടേക്കാണ് വരേണ്ടത് എന്നായിരിക്കും ചോദിച്ചത്. അത് ഞങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചു വെക്കുന്നവരാണ്, ഇത് എവിടെയാണെന്നുള്ളത്. ഈ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് കാലടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് 4 കിലോമീറ്റർ അടുത്ത് മഞ്ഞപ്പുറ എന്ന് പറഞ്ഞ വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി എയർപോർട്ടിൽ നിന്നും 10 കിലോമീറ്ററും കാലടി ടൗണിൽ നിന്ന് 4 കിലോമീറ്ററും അങ്കമാലി ടൗണിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗം. മെയിൻ റോട്ടിൽ തന്നെയാണത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 100%. ഇപ്പോൾ നമ്മുടെ നമ്പർ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ, അതിന് അതിൽ കിട്ടുമല്ലോ. അതെ, ഡോക്ടർ പറഞ്ഞോളൂ. യെസ്. അതായത് അത്യാവശ്യമുള്ളതായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമുക്ക് 2 വാട്സപ്പ് നമ്പറുകളുണ്ട്. 9778634600, 9778634601. ഓക്കെ, അതാണ് 2 കോൺടാക്ട് നമ്പറുകൾ. യെസ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ശരി.